നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിഷ് യൂണിവേഴ്സിറ്റിയിലാണ്, കന്യാകുമാരിക്കടുത്ത്. ഈ സ്ഥലത്തിൻ്റെ പേര് കുമാരകോവിൽ എന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് ഫൈസൽ ഖാൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ, ഈ യൂണിവേഴ്സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറും ചാൻസലറുമായ ഫൈസൽ ഖാനാണ്. ഞങ്ങൾ തമ്മിൽ വളരെ പഴയ ഒരു പരിചയമുണ്ട്. ഈ ചാരി നിൽക്കുന്ന ടാറ്റ സഫാരി, ഈ ടാറ്റ സഫാരി വാങ്ങിച്ച സമയത്താണ്, ഫൈസൽ ഖാൻ ഇത് വാങ്ങിച്ച സമയത്താണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ഫൈസലിന് ഏതാണ്ട് 19 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ ടോപ്പ് ഗിയർ എന്ന മാഗസിൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആ മാഗസിൻ വായിച്ച് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ച് പരിചയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കൽ കന്യാകുമാരി പോകുന്ന വഴിക്ക് ഫൈസലിൻ്റെ വീട്ടിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയൊരു ഓർമ്മയുണ്ട്. അതിനുശേഷം 22 വർഷത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഇന്ന് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത് ഫൈസലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ വലിയൊരു വാഹന പ്രാന്തനാണ് അന്ന് തൊട്ടേ ഫൈസൽ. അല്ലെങ്കിൽ 19 വയസ്സിൽ എന്നെ തപ്പിപ്പിടിച്ചെത്തില്ലല്ലോ. എന്നാലും വലിയ സന്തോഷമുണ്ട്. അതിനുശേഷം വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കി നിൽക്കുകയാണ് ഫൈസൽ ഖാൻ. പക്ഷേ ഈ ഉയരങ്ങളെല്ലാം കീഴടക്കുന്നതിന് മുമ്പ്, അതായത് വളരെ മുമ്പ് തന്നെ ഈ ഉയരങ്ങളെല്ലാം കീഴടക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് ഫൈസലിൻ്റെ പിതാവ് AP മജീദ് ഖാൻ, അദ്ദേഹം എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിന് ഒരു അടിത്തറയിട്ട മനുഷ്യനാണെന്നാണ് പറയേണ്ടത്. കന്യാകുമാരിയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ച അദ്ദേഹമാണ്. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ ITI സ്ഥാപിച്ച അദ്ദേഹമാണ്. കേരളം അളന്നത് അദ്ദേഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് കേരളം അളക്കുന്നതിന്, ഭൂമി അളക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും അതിന് വേണ്ട സർവേഴ്സിനെയൊക്കെ പരിശീലിപ്പിച്ചതെല്ലാം അദ്ദേഹമാണ്. അങ്ങനെ ഒരു വലിയ ഒരു ഭാഗ്യം ചെയ്ത ജന്മമാണ് ഫൈസൽ ഖാൻ്റെ എന്നാണ് പറയേണ്ടത്. കാരണം അത്രയധികം ഈ ഒരു രംഗത്ത് സമുന്നതനായ വ്യക്തിയുടെ മകനാണ് ഫൈസൽ. എന്തായാലും ഫൈസൽ ഇപ്പം അധികകാലം ആയിട്ടില്ല ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഫാദറിനോടൊപ്പം കൂടിയിട്ട്. ഈ വണ്ടിപ്രാന്ത് കാരണം കുറച്ചൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്നെങ്കിലും അവസാനം തിരിച്ച് ഇവിടെ തന്നെ എത്തേണ്ടി വന്നു എന്നാണ് പറയേണ്ടത്. ഫൈസലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റ് 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗമാണ്. മറ്റൊന്ന്, കേന്ദ്ര യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാണ്. മറ്റൊരു കാര്യമുള്ളത്, UN-ൻ്റെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ച വളരെ ചുരുക്കം മലയാളികൾ ഒരാളാണ്. അത് വലിയ പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമാണ് അല്ലേ, അവിടെ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമാണ് ഫൈസൽ ഖാൻ. ഇതൊക്കെ ഞാൻ തുടക്കത്തിലൊന്നും പറഞ്ഞുള്ളൂ. ഇതെല്ലാം ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. കാരണം ഈ യൂണിവേഴ്സിറ്റി ആയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാം കാണുമ്പോൾ ഇത് ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലാണ് എന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. ആ തരത്തിൽ ഗംഭീരമായ കാര്യങ്ങളാണ്. തന്നെയല്ല, ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കോഴ്സുകളൊക്കെ ഇവിടെയുണ്ട്. ഇഷ്ടംപോലെ വിമാനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അത് വന്നപ്പോൾ. 550 ഏക്കറിൽ നമ്മുടെ സഹ്യവർദ്ധന മടിത്തട്ടിലാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഗംഭീരമായ ക്യാമ്പസാണ്. ഒരു ഇക്കോ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഒരു തരി പോലും എന്താ പറയുന്നത് പുകയൊന്നുമില്ലാത്ത ഒരു ക്യാമ്പസ് എന്ന് പറയാം. അത്രയും ഗംഭീരമായ ക്യാമ്പസാണ്. തന്നെയുമല്ല, ഇവിടുത്തെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഏതെങ്കിലും കോളേജിൽ ഇപ്പം ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കോളേജ് ചെന്നാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ കാറുണ്ടാക്കി, ബൈക്കുണ്ടാക്കി എന്നൊക്കെ. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സാറ്റലൈറ്റാണ്. ആ സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല, അതിപ്പം ഉണ്ട് മുകളിൽ അല്ലേ, നമ്മുടെ തലയ്ക്ക് മുകളിൽ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട് ഈ സാധനം. അത്രയും ഗംഭീരമായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ വെൽക്കം ടു ബൈജു എന്ന യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ 22 ഇയേഴ്സ്, 22 വർഷം. അപ്പോൾ അന്ന് കണ്ട കാർ ഇപ്പോഴും കയ്യിലുണ്ട് അല്ലേ? ഇത് അന്ന് തൊട്ടേ സൂക്ഷിച്ച് കൊണ്ടു നടക്കാണോ? അല്ല, 2006 ആയപ്പോഴേക്കും വേറൊരു കാറിലോട്ട് മാറി. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, 1,35,000 കിലോമീറ്ററോളം ഓടിച്ചിട്ട് അടുത്ത് ഇതിൻ്റെ ഒരു പുതിയ വെർഷൻ എനിക്കിപ്പോഴും ചേട്ടൻ ഓർക്കുന്നത് നടക്കുന്നില്ല. ഞാൻ താങ്കൾ വന്ന് കണ്ടപ്പോഴേക്കും ഇറങ്ങാൻ നേരത്തെ റിക്വസ്റ്റ് ചെയ്ത കാര്യമുണ്ട്. രത്തൻ ടാറ്റയോട് പറയണം 90 bhp എന്നുള്ളത് 130 bhp ആക്കണമെന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് താങ്കൾ അത്രയും രത്തൻ ടാറ്റ കാറെന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ മോട്ടോർ കാർ മാഗസിൻ മേടിച്ച് അവസാനം മലയാളത്തിലിരുന്ന ടോപ്പ് ഗിയർ ഓരോ മാസവും മേടിച്ച് ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം ഈ കാറ് പോയി. അതിനുശേഷം പിന്നെ വേറെ കാറൊക്കെ എടുത്തായിരുന്നു. ഇത് വിറ്റുപോയി. 2007 അഗെയിൻ ടാറ്റ സഫാരി ഡൈക്കോർ എടുത്തു. 2014 ടാറ്റ സഫാരി സ്റ്റോം 15 എടുത്തു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് യാത്രയൊക്കെ പോയി. കോവിഡിന്റെ സമയമൊക്കെ ആയി. അപ്പോൾ ഇപ്പൊ ഈ സഫാരി ഭ്രാന്തൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു. എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത്, ലൈഫിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് ടാറ്റ സഫാരി എന്നുള്ളതായിരിക്കും. അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആണ് ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2020 ആയപ്പോഴേക്കും സ്ക്രാപ്പ് പോളിസി വരുന്നു. നിതിൻ ഗഡ്കരി അദ്ദേഹം പറയുന്നു 15 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളൊക്കെ പൊളിക്കാൻ പോവാണ്, ഇനി ഒന്നും നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുക വീട്ടിൽ, വേറെ ലോക്ക്ഡൗൺ സമയമല്ലയോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായൊരു മനസ്സിലത് വിഷമമുണ്ടായി എൻ്റെ ഈ പഴയ കാറിനെ പറ്റി. എന്നെ പറ്റി ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയാൻ പറ്റുന്നത് ഈ കാറിന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ആ ഒരു തിളയ്ക്കുന്ന പ്രായം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫൈൻ്റെ റെസിപ്റ്റ് പോലും ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അന്ന് പോലീസുകാർ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നതിനും ഏറ്റവും കൂടുതൽ മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ
ഗൃഹാതിരതമായ ഓർമ്മകൾ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഈ കാറിന്റെ നമ്പർ എനിക്ക് കാണാപ്പെടാണല്ലോ. ഇത് പൊളിച്ചു പോയോ എന്നറിയാനുള്ള ഒരു ഉണ്ടോ 100% ഇല്ലെന്ന് വിചാരിച്ചു. കാരണം അപ്പം തന്നെ 20 വർഷം കഴിഞ്ഞില്ല വണ്ടി, 21 years ആയിട്ട് വണ്ടി ഇനി ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ 2021 ഈ പറയുന്ന ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കുറേ സെർച്ച് ചെയ്ത് പോയപ്പോഴേക്കും ഒരിടത്ത് മാത്രം ഒരു RTOയിൽ ഇല്ല, നിങ്ങളുടെ ഈ സമയമായി അടയ്ക്കാനുള്ള ടാക്സ് അടയ്ക്കാനുള്ള സമയമായി എന്നിട്ട് വന്നത്. പിന്നെ അത് ഞാനത് ഷെയർ ചെയ്തു. ഞാനത് എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. ഇങ്ങനെ സംഭവം പഴയ കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു മൺഡേ നോക്കിയപ്പോഴേക്കും എൻ്റെ 3-4 പ്രധാനപ്പെട്ട സ്റ്റാഫിലൊക്കെ ലീവാണ്. എന്താണെന്നൊരു പിടിയില്ല. ഇവർ ഞായറാഴ്ച മൂലം ഫോൺ എടുക്കുന്നില്ല, മൺഡേയും ഫോൺ എടുക്കുന്നില്ല. ഞാനിങ്ങനെ ദേശത്തിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരമായപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ വന്നു. രാമേശ്വരത്ത് നിന്ന് തഞ്ചാവൂര് നിന്ന് ഒരു വർക്ക്ഷോപ്പിൽ ഈ വണ്ടി പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചൊരു ഫോട്ടോ. പോയതാണ് ഇത് അന്വേഷിച്ച് പോയി. അവരവിടെ നിന്ന് തന്നെ ട്രക്കിൽ അതിന് കൊണ്ടുവന്നു. അവരിങ്ങനെ പൂർണ്ണമായിട്ടും അത് ഒരു എന്താ പറയുക ഗുജറിക്ക് എടുത്തൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ടാറ്റ മോട്ടോഴ്സാണ് കുമരൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയും, നാഗർകോവിൽ. നമ്മുടെ എല്ലാം ഈ ടയറൊക്കെ വലുതാക്കാനായിട്ട് പോയപ്പോഴേക്കും ബോഡി കട്ട് ചെയ്തിട്ടൊക്കെയാണ് വലുതാക്കിയത്. അപ്പോൾ അന്ന് വന്ന് ആ മേശരി വെച്ച് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചെരുപ്പിന് വേണ്ടി കാല് കട്ട് ചെയ്യുന്നത്, ഈ ബോഡി കട്ട് ചെയ്ത് ടയർ പറ്റുന്നത്. അപ്പോൾ അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയി എന്നുള്ളതാണ് ആ കുമരൻ ഓട്ടോമൊബൈൽസ്. ഈ മോഡൽ 2004 സ്റ്റോപ്പായിരുന്നു. തിരിച്ച് നമുക്ക് ഈ EX എന്നൊരു മോഡൽ തന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ആ മേസ്ത്രിമാരൊക്കെ വിളിച്ചു. കുമരൻ ഓട്ടോമൊബൈൽസ് ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ 2000 ടാറ്റ സഫാരി EX എന്നുള്ള ആ സ്പെസിഫിക്കേഷനിൽ ഇതെല്ലാം തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയാണ്. കിഷോർ, ബിബിൻ, അനൂപ്, അരുൺ ഈ 4 പേരും കൂടെ ചേർന്നാണ് ഈ കാറിനെ കൊണ്ടുവന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സ് കണ്ടെത്താനായി ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ പലയിടത്തുനിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമാണ് ഈ 2001 മോഡലിലെ ഈ സഫാരി EXന്റെ പാർട്സുകൾ നമ്മൾ സംഘടിപ്പിച്ചത്. ഒരു അവസാനം ഒരു നിവൃത്തിയില്ല വന്നപ്പോഴേക്കും ഒരു സഫാരി EX നമ്മൾ മേടിച്ചിട്ട് കുറച്ച് ഷെയർ ചെയ്തു. കുറച്ച് പാർട്സ് അങ്ങോട്ട് കുറച്ചൊക്കെ ഇങ്ങോട്ട് വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ ഇപ്പോഴും നമ്മളെപ്പോഴും പറയാനുണ്ട് സഫാരി അണ്ടർ പവർഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നന്നായിട്ട് റൈസ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാറിൽ ഇപ്പോഴും ഈ പറഞ്ഞ കണക്കുള്ള ഇപ്പോഴത്തെ ഒരു കാറിനോട് കടപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ടാറ്റയുടെ അന്ന് എസ്റ്റേറ്റിലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. പവർ ക്ലച്ച് തന്നെ സഫാരിയുടെ ക്ലച്ച് പ്രത്യേക ഒരു സ്റ്റൈലല്ലേ, പതിയെ വരത്തുള്ളൂ. അങ്ങനെ അതെല്ലാം ഗംഭീരമാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പക്ക മിൻ കണ്ടീഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന പോലെയാണ്. എന്നാലും അതിനുശേഷം ഫൈസലിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും വന്നു. ഇപ്പോൾ തൊട്ട് പുറകിൽ റേഞ്ച് റോവർ സ്പോട്ട് അടക്കമുള്ള വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും കയ്യിലൊരു പഴയ പ്യൂഷോ 309 ഉണ്ട് ഇപ്പോഴുണ്ട് അല്ലേ? അതൊരു സംഭവമായിരുന്നു ഒരു കാലത്ത്. അതാണ് ഡ്രൈവിംഗ് പഠിച്ചത്. അതെ പഠിച്ചല്ലേ? ശരി ശരി. അപ്പോൾ എന്തായാലും നമുക്ക് വാഹന കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ? കാരണം വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി കേട്ടിട്ടില്ലാത്തവരോ അറിഞ്ഞിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നടന്ന് എന്നെ കുറച്ചും ഈ നമ്മുടെ ഈ റേഞ്ച് റോവർ സ്പോട്ടിൽ കയറ്റി ഈ ക്യാമ്പസിൽ കൂടെ അങ്ങനെ ഒരു വണ്ടി സഞ്ചരിക്കാൻ മാത്രം ഉണ്ട് ഈ ക്യാമ്പസ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ കാര്യം ഒരു ഷിപ്പ് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഷിപ്പിൽ എന്താണ് പഠിപ്പിക്കുന്നത്? എന്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അതിനോട് ഷിപ്പ് തന്നെയുണ്ട്. ഷിപ്പ് അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽറ്റ് ഇൻ ഷിപ്പ് ക്യാമ്പസ് വേണം. ഇപ്പോൾ നമുക്കതിനിപ്പോൾ കേരളത്തിലിപ്പോൾ ക്യുസാറ്റിലുണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ് ആ കോഴ്സ് ഉള്ളത്. അപ്പോൾ മറ്റ് കോളേജുകളിൽ ഇത് വളരെ അപൂർവമാണ് ഈ ബിടെക് കോഴ്സ് വരുന്നത്, എഞ്ചിനീയറിംഗ് കോഴ്സ്. അപ്പോൾ അതിന് ഈ മാരിറ്റൈം അക്കാഡമിയുടെ പെർമിഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പോൾ ബിൽറ്റ് ഇൻ ഷിപ്പ് ക്യാമ്പസ് ഉണ്ടാകണം. അപ്പോൾ അവർക്ക് പ്രത്യേക ഹോസ്റ്റലായിരിക്കും. കാരണം അവരുടെ ഫുഡ് പാറ്റേൺ ഒക്കെ പ്രത്യേകമായിരിക്കുമല്ലോ. 6 മാസം ഈ പറയുന്ന കണക്ക് സീലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും പരിശീലിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ രാവിലെ 5 മണിക്ക് എഴുതേക്കണം. ഇവൻ ഈ പറയുന്ന കണക്ക് കുറേ എക്സസൈസ് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷിപ്പ് മറൈൻ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വരണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം. അതുപോലെ ധാരാളം വിമാനങ്ങൾ എയർക്രാഫ്റ്റുകൾ കാണുന്നുണ്ട്, പല ഹാങ്ങറുകൾ. അത് ഫാദറിൻ്റെ ഒരു പാഷനാണ്. കാരണം ഫാദർ 67 ആദ്യമായിട്ട് എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കേരളത്തിലാണ്, അമരവിള ITയിലാണ്. അമരവിള NIIT എന്നൊരു IT ഉണ്ട്, ഇപ്പോഴും IT ഉണ്ട്. അപ്പോൾ അവിടെയാണ് എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. അതൊരു കേന്ദ്ര ഗവൺമെൻറ് കോഴ്സായിരുന്നു. അതായത് നമ്മുടെ ഈ കോക്പിറ്റിൽ കാണുന്ന ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ അന്ന് ഈ കമ്പ്യൂട്ടർ ഒന്നുമില്ലല്ലോ. അന്ന് ഈ പറഞ്ഞ ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ കോക്പിറ്റിനകത്തുള്ള. അപ്പോൾ അതിന് കേടുപാട് വരുമ്പോഴേക്കും എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും? ഫ്യൂസും ചിപ്സും അങ്ങനെ ചിപ്സൊന്നുമില്ല, സോറി ഫ്യൂസ് അങ്ങനെയൊക്കെയാണല്ലോ. ചിപ്പൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് മുതലേ ഈ ഫ്ലൈറ്റുമായിട്ടുള്ള ഫാദറിൻ്റെ ഒരു പ്രണയമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്യാമ്പസിനകത്ത് തന്നെ
ബിടെക്കിൻ്റെ 4 പ്രോഗ്രാം. ബിടെക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിടെക് എയറോനോട്ടിക്കൽ ഉണ്ട്, എയറോസ്പേസ് ഉണ്ട്, ബിടെക് ഏവിയോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കാണുന്ന എയറോസ്പേസിനകത്ത് ഒരു സാറ്റലൈറ്റ് സ്പേസ് സെന്റർ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വിദ്യാർത്ഥികൾക്ക്. അതുകൂടാതെ ഞാനിപ്പോൾ വരുമ്പോൾ കണ്ടത് മറ്റേ MBA ഇൻ ഏവിയേഷൻ, അത് വേറെയും ഉണ്ട്. MBA ഇൻ ഏവിയേഷൻ, BSc ഏവിയേഷൻ. അതെ, അത് കൂടുതൽ മാനേജ്മെന്റ് സൈഡിലാണ് വരുന്നത്. എയർപോർട്ട് മാനേജ്മെന്റും എയർലൈൻ സിസ്റ്റവും എയർലൈൻ മാനേജ്മെന്റ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കോഴ്സുകളെ പറ്റി പറയാം. ഇവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറയുമെങ്കിലും നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാനോ ടെക്നോളജി അതിൻ്റെ ഗവേഷണമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ റിസർച്ചിൻ്റെ ഒരു സെൻറ്ററായിട്ടാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കോഴ്സുകളാണ് കൂടുതലും ഫോക്കസ്. അതിനോട് തന്നെ പഴയ കോഴ്സുകൾ ഇല്ലാതെന്നല്ല, എല്ലാ കോഴ്സുകളും എഞ്ചിനീയറിംഗ് ആയിരുന്നാലും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നാലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആയിരുന്നാലും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ ഇപ്പോൾ തന്നെ സാറ്റലൈറ്റ് സ്പേസ് റിസർച്ച് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേണ്ടത് കൂടുതലും എന്താണ് ഈ എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ എല്ലാ കോഴ്സും ഇപ്പോൾ AI കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ പണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ 2006 അത് പറയാൻ വിട്ടുപോയിട്ടോ. നിംസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിലെ മുതലാളി കൂടിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. 2005 ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് 2000 ഈ ഹാർട്ട് ഫൗണ്ടേഷനിലൊക്കെ ആയിട്ട് പല ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാനും IIM-ലൊക്കെ പോകുമ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എങ്ങനെയാണ് ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ത് ഇതിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ 2024 ഞാൻ പോകുമ്പോൾ ഏറ്റവും ആപ്റ്റ് ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നുള്ളതാണ്. കാരണം ഡോക്ടർ ഉപയോഗിക്കുന്ന ഏതൊരു എക്യുപ്മെൻറ്റും ഏതൊരു ഇൻവെസ്റ്റിഗേഷനും ഡയഗ്നോസ്റ്റിക് ടൂളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഡിജിറ്റലാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കമ്പ്യൂട്ടർ എല്ലാ മേഖലയും കടന്നു കഴിഞ്ഞു. അധിനിവേശമാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ. ചില സ്ഥലത്തൊക്കെ ഡോക്ടറിനെ പോലും ഒഴിവാക്കി ഈവൻ ഡയഗ്നോസിസ് പോലും ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ഡയഗ്നോസിസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹാർട്ടിന്റെ ബ്ലോക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ബ്ലോക്കിന്റെ ആ കാർഡിനെ മനസ്സിലാക്കിയിട്ട് കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ് ഇസ് ഡിറ്റക്ട് പറയും, ഇത് ആൻജിയോപ്ലാസ്റ്റി വേണ്ട, ഇത് മരുന്ന് കഴിച്ചാൽ മതി. കുറച്ച് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടെങ്കിൽ മിഷൻ തന്നെ പറയും നിങ്ങൾ ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ നാളെ ഹൃദയം ബ്ലോക്കായി പോകുന്നുള്ളത്, ഹൃദയം സ്തംഭനം വരും എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഡോക്ടർ മുന്നോട്ട് പോകും? അപ്പം പണ്ടത്തോട് പറയൂലേ, യന്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത സാധനമാണ് യന്ത്രം എന്നുള്ളത്. അപ്പം ഈ പണത്തോടുള്ള ആർത്തി കാരണം നമ്മളെല്ലാവരും മനുഷ്യത്വം വിട്ടു കഴിയുമ്പോൾ യന്ത്രത്തിന് മനുഷ്യത്വം വരും. യന്ത്രം പറയും ഇത് ചെയ്താൽ പറ്റി പ്രശ്നമായി, എനിക്കെങ്കിലും മനുഷ്യത്വം വേണമെന്ന് യന്ത്രത്തിൽ തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കണ്ടിട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ എയർക്രാഫ്റ്റ് അല്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഇതിനകത്ത് മേടിച്ചിട്ടുള്ള. ഇത് ഏത് വർഷത്തിൽ വാങ്ങിച്ചായിരിക്കും? 67 എന്നാണ് ഓർമ്മ. 67 എയർക്രാഫ്റ്റ്. അതെ, നാഗ്പൂരിൽ നിന്നാണ് ഫാദർ മേടിച്ചത്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് വേണം. അപ്പോൾ ഇത് അമരവിള നമ്മൾ IT-യുടെ ഫ്രണ്ടിലായിരുന്നു ഈ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ നെയ്യാറ്റിൻകര ഭാഗത്തുള്ള എല്ലാവരുടെയും ഒരു നോട്ടമായിട്ടുള്ള സ്ഥലമാണ് പ്ലെയിൻ കാണുക എന്നുള്ളൊരു. ഇതിന്റെ പുറകിലൊരു കിടപ്പുണ്ടല്ലോ, അത് രണ്ടാമത് മേടിച്ചതാണ്. ഇത് നമ്മളൊരു മെയിൻ ഇതായിട്ട്. ഫാദർ പറപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഫാദർ ട്രിവാൻഡ്രത്തെ ഫ്ലൈയിങ് ക്ലബ്ബിൽ ആദ്യത്തെ മെമ്പറാണ്. അത്യാവശ്യമൊക്കെ ഫ്ലൈയിങ് ക്ലബ് മെമ്പറാണെന്നേ ഉള്ളൂ, ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത് കൊള്ളാം. അപ്പോൾ ഇതിന് ശേഷം എത്ര ഉണ്ട് ഇപ്പോൾ ആകെ? നമുക്ക് 4 എയർക്രാഫ്റ്റ്. അപ്പോൾ ഫൈസലും പറപ്പിക്കാൻ ശ്രമിച്ചില്ല? ഇല്ല, എനിക്ക് വലിയൊരു കമ്പം എയറോനോട്ടിക്സിനോട് പക്ഷേ ഓട്ടോമൊബൈലിനോടുണ്ട്. ഓട്ടോമൊബൈലിനോട് നമുക്ക് അതുകൊണ്ട് ഇവിടെ ഓട്ടോമൊബൈലിന്റെ ഗംഭീരമായ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് ബിടെക് ഓട്ടോമൊബൈലുണ്ട്, MTech ഓട്ടോമൊബൈലുണ്ട്. നമ്മളിപ്പോൾ EV കൺവേർഷൻ പെട്രോൾ സെന്നിനെ EV കൺവേർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഒരു കോളേജ് ആക്കി കോളേജ് ബസ്സിനെ EV ആക്കാൻ പോകുന്നു, ലോറി EV ആക്കാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 വിദ്യാർത്ഥികളെ, ഈ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ നമ്മുടെ യൂണിവേഴ്സിറ്റി, മലേഷ്യ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ ബാറ്ററി ലൈഫിനെ പറ്റിയും EV കൺവേർഷൻ്റെ ഹൈടെക് വലിയ വോളിയമായിട്ടുള്ള എഞ്ചിൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട് അയക്കുകയാണ് നമ്മൾ. പഠിപ്പിക്കാൻ നമ്മുടെ ചിലവിൽ ആ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി മലേഷ്യ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ EV ട്രക്കിനെ പറ്റിയിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികൾ അയച്ചിരിക്കുകയാണ്. അപ്പോൾ കോളേജ് ബസ് EV ആകും, വലിയ താമസമില്ലാതെ. കോളേജ് ബസ് EV ആകും. എനിക്ക് അതിനേക്കാളും ഈ പഴയൊരു ട്രക്കുണ്ട് ഇവിടെ, ലോറിയുണ്ട്, ഇതിനൊന്ന് EV ആക്കി ഒന്ന് കാണിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയമല കേരള ബോർഡറിൽ നിന്നും വളരെ അടുത്ത്, നമ്മുടെ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത്. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നത്, ഈ ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ ഇതൊന്നുമല്ല ഓർക്കുന്നത്. ഞാൻ 92 ഇപ്പോൾ 10 വയസ്സുള്ളപ്പോഴാണ്. 92 ഫാദർ 92-91 ആ സമയത്താണ് ഫാദർ വിളിച്ചിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഭയങ്കര സിനിമാ പ്രാന്തനാണ്. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് നമ്മുടെ താരങ്ങളെല്ലാം.
അതിനിടയ്ക്ക് അതോടെ പറയട്ടെ, മമ്മൂക്കയായിട്ട് ചേർന്നതിൽ ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് അതെ, ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം നിംസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സൗജന്യമായിട്ട് ഹാർട്ട് സർജറി ചെയ്ത് കൊടുക്കുന്ന മമ്മൂക്കയുടെ ഒരു എന്താണ് ബ്രെയിൻ ചൈൽഡാണ് എന്ന് പറയുന്ന സാധനമാണത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു സൗജന്യ ശസ്ത്രക്രിയ പദ്ധതിയാണ്. അപ്പം ഫാദർ വിളിച്ച് പറയുക, നിന്റെ മോഹൻലാലൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുക. അപ്പോൾ എന്താ ചോദിച്ചു, അപ്പോൾ മണിച്ചിത്താരുടെ ഷൂട്ട് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മൾ കാണുന്ന പുറത്ത് കാണുന്ന റോഡിലൊക്കെയാണ് ആ വരുവാൻ ലാരിമി എന്നുള്ള പാട്ട് സുധീഷുമായിട്ടൊക്കെ ട്രാവൽ ചെയ്തില്ലയോ, ആ പാട്ടൊക്കെ ഇതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും മണിച്ചിത്താടിൻ്റെ ആ പാട്ടും ഭയങ്കര അപ്പം കൊട്ടാരം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. കന്യാകുമാരി ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററാണ്? 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതിന് മറ്റു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഈ നേരത്തെ വയസ്സിൽ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കൂടുതൽ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. രസമാണ് ഇവിടെ എല്ലാം, കുരങ്ങന്മാരായാലും എല്ലാ തരത്തിലും മൃഗങ്ങളും. കാരണം സഹ്യോദാണ് തൊട്ട് ബാക്കിൽ വലിയ കൊടുമുടി. ചില സമയത്തൊരു 500-600 കുരങ്ങന്മാർ തന്നെ ചില സ്ഥലത്തൊക്കെ കാണാം, കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ. തൊട്ട് ബാക്കിൽ വലിയ കൊടുമുടിയുണ്ട്. കൂടാതെ വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ ഗംഭീരമായ ക്യാമ്പസാണ്. കയറ്റി ഇറങ്ങി നടന്നാൽ മതി. നമ്മൾ ഈ എക്സസൈസാണ് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടും. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ഇപ്പം 40 വർഷമാകുന്നു. ഇത് 35 ഇയേഴ്സ്. ഇപ്പോൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ. അതെ, ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ആദ്യം ആരംഭിക്കുന്നത് 88-ൽ. അപ്പം നമുക്കൊരു യൂണിവേഴ്സിറ്റി സ്വന്തമായിട്ട് പെട്ടെന്ന് തുടങ്ങാൻ കഴിയില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആവുന്നതിന് ആ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് അക്രഡിറ്റേഷൻ ഉണ്ടാവണം. അപ്പോൾ എല്ലാതരം മാനദണ്ഡങ്ങളും ലെവലിലോട്ട് ഉയർന്നു വരുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീംഡ് സർവകലാശാല പദവിയിലോട്ട് ഉയർത്തുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കാൻ പോകുന്നു. അത് നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് എ ഫ്രഷ് യൂണിവേഴ്സിറ്റി. പക്ഷേ ഡീംഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഉന്നത നില നിൽക്കുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ഒരു അംഗീകാരമാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ താങ്കൾ തൊട്ട് മുന്നേ ഒരു യൂണിവേഴ്സിറ്റി എടുത്തിരുന്നല്ലോ, അതൊക്കെ ആ ഒരു ലെവലെത്തി ഇൻസ്റ്റിറ്റ്യൂഷൻ, അമൃത വിശ്വവിദ്യാപീഠം, അതൊക്കെ ആ ലെവലിലോട്ട് വരുന്ന സ്ഥാപനമാണ്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അക്കാഡമിക് ഓരോ എനിക്ക് തോന്നുന്നു ഓരോ എന്താണ് ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ വലിയ ബിൽഡിങ്സ് വെച്ചിട്ടാണ് അല്ലേ? നമുക്ക് 35 ഇൻഡിപെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ 35 ഡിപ്പാർട്ട്മെന്റ്സ് 35 ബ്ലോക്കായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിപെൻഡൻറ്റ് കോളേജായിട്ട് തന്നെ മാറണമെന്നുള്ളതാണ്. ഇപ്പം ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കോൺഫറൻസ് ഹാൾ ഉണ്ടാവണം, വർക്ക്ഷോപ്പ് ഉണ്ടാവണം, ലബോറട്ടറീസ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകണം. ഒരു കോളേജിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു ബ്ലോക്കിലുണ്ടാകണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം റിസർച്ചിന് കൊടുക്കുന്നു. കോളേജ് യൂണിവേഴ്സിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, നാനോ ടെക്നോളജി, ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, പിന്നെ അതേമാതിരി തന്നെ അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതേമാതിരി ഈ പറയുന്ന ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. അങ്ങനെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ സയൻസ്, ടെക്നോളജി, ഹ്യൂമാനിറ്റീസ്, അലൈഡ് ഹെൽത്ത് സയൻസ്, മാനേജ്മെൻറ്റ്, MB, അങ്ങനെ നിൽക്കാൻ എല്ലാം ഉണ്ട്. ആർട്സ് ആൻഡ് സയൻസ്. ആർട്സ് ആൻഡ് സയൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തമിഴ്നാടിൻ്റെ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കുട്ടികൾ അധികവും തമിഴരാണോ മലയാളികളാണോ? നമുക്കൊരു എപ്പോഴും നോക്കുമ്പോഴും ഒരു 40-60 അങ്ങനെ ആയിരിക്കും. ഒരു 40% നമുക്ക് ചില വർഷങ്ങൾ ഇപ്പോൾ ഈ വർഷം അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ 60% മലയാളീസും 40% തമിഴ്നാടും ആയിരിക്കും. കഴിഞ്ഞ വർഷം 40% മലയാളീസും 60% അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും എനിക്ക് ഒരു ഇവിടുത്തെ കോളേജിലേക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ നടത്തിയിരുന്നു. എല്ലാ കൾച്ചറും അടുത്ത് വരുന്നുള്ളതാണ്. അപ്പം മധുരൈ ആ ഒരു കൾച്ചർ, അവിടുത്തെ കുറേ സ്റ്റുഡൻസിൻ്റെ ടീമുണ്ട്. നമുക്ക് മധ്യ കേരളമുണ്ട്, ട്രാൻകൂറുണ്ട്. അപ്പം എല്ലാ കൾച്ചറും ഇവിടെ, ഓണം, പൊങ്കലും എല്ലാം ഉള്ളൊരു. അപ്പം ഈ കേരളത്തിൽ നിന്നൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? 2000 സ്റ്റുഡൻസ് താമസിക്കാൻ കപ്പാസിറ്റി ഉള്ള 2000 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്പുറത്തെയാണ്. ഗേൾസിൻ്റെ ഹോസ്റ്റൽ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ്, ബോയ്സിൻ്റെ തൊട്ട് അടുത്തൊരു ക്യാമ്പസ്. അതുപോലെ കോളേജ് ബസ്സുകളും ഒക്കെ ഉണ്ട്. നമുക്ക് കോളേജ് ബസ് ട്രിവാൻഡ്രത്ത് നിന്നും അതേമാതിരി തന്നെ ട്രിവാൻഡ്രത്ത് 5 ബസ്സുണ്ട്. 5 ബസ് ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്. ട്രിവാൻഡ്രം ഇവിടെ നിന്ന് ഒരു 45-50. അതെ, നമ്മളിപ്പോൾ രാവിലെ പോകുന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്തുള്ളൂ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ഫാദർ തുടങ്ങിയത് വെച്ചായിട്ട് ഇപ്പോൾ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്? എവിടെയൊക്കെയാണത്? നമ്മുടെ മൊത്തം 5 ക്യാമ്പസിലാണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. 20 കോളേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് ക്യാമ്പസ് ആയിട്ടാണ് ഈ ക്യാമ്പസ്, തേർഡ് ക്യാമ്പസ് ആയിട്ടാണ് ഈ ക്യാമ്പസ് വന്നത്. മറ്റെവിടെയൊക്കെയാണുള്ളത്? അതുകൊണ്ട് ഒരു പോളിടെക്നിക്കൽ ക്യാമ്പസ് 78-79 സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജും MBA ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയത്. പിന്നെയുള്ളത് നിംസ് മെഡിസിറ്റി ക്യാമ്പസ് 2005 സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പസാണ്.
പിന്നെയുള്ളത് ഇടുക്കിയിലുള്ള SSM കോളേജ് എന്നിട്ട് ഒരു ക്യാമ്പസ് വന്നിട്ടുണ്ട്. ശരി, അതെവിടെയാണ് ഇടുക്കിയിൽ? രാജാക്കാട്. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പസാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നാനോ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ പുതിയ, അതായത് പുതിയ തലമുറയിലെ ഫൈസലിനെ പോലുള്ള ഒരാളും തുടങ്ങിയത്. ഇതൊന്നുമല്ല. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഘടകം. അതായത് ഫാദറാണ് ഇത്രയും ഒരു വലിയ വിഷണറിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ്, അതായത് വളരെ മുന്നോട്ടുള്ള ചിന്തിക്കുന്ന ഒരു ആളാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വന്ന ഏത് വർഷം? 88 കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം പോലും കേരളത്തിൽ വളരെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം പല കമ്പനികളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ അന്ന് ഇവിടെ പഠിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഒരുപക്ഷെ 92 ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത്. അപ്പോൾ 92 എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഇറങ്ങുമ്പോൾ വിപ്രോ എന്നുള്ള കമ്പനി, വിപ്രോ അതേമാതിരി തന്നെ മറ്റ് ഈ സോഫ്റ്റ്വെയർ കമ്പനീസൊക്കെ ഫസ്റ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. അന്ന് ഈ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജ് സമയത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പം മിനി IIT എന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഫാദർ അത്രയും ക്ലവറിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലോട്ട് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, IBMന്റെ ഐസ് സർട്ടിഫൈഡ് പ്രോഗ്രാം ഫോർ ഓൾ കമ്പ്യൂട്ടർ ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സസ്. എന്താണ് സംഭവം? IBM നമ്മളോട് എന്താണ്? IBM നമുക്ക് ബന്ധം സ്റ്റാർട്ട് ഇപ്പോൾ എല്ലാ പുതിയ ന്യൂജൻ യൂണിവേഴ്സിറ്റീസിലും കോളേജിലൊക്കെ നമുക്ക് IBM കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ IBM ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത് 96 IBMന്റെ AS400E എന്നുള്ളൊരു റിസർച്ച് ലാബ് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ IBMായിട്ടുള്ള കൊളാബറേഷൻ നമുക്കുണ്ട്. അതുപോലെ iOSന്റെ ആപ്പിൾ ലാബ് ഉണ്ടല്ലോ, iOSന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ആമസോൺ അക്കാഡമിയുടെ പ്രോഗ്രാം ഉണ്ട്. ആമസോണൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. IBMും ഇപ്പം പണ്ട് വരെ ഉള്ളത് 90. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യമാണ് റിസർച്ച് സെന്റർ ഫോർ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഏറ്റവും പുതിയൊരു സ്ട്രീം ആയിരിക്കുമല്ലോ റോബോട്ടിക്സിൻ്റെ ഏറ്റവും. അപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ട് എന്നൊരു കോൺസെപ്റ്റ്, ഇപ്പോൾ റോബോട്ട്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒത്തിരി നമ്മൾ കേൾക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മളിപ്പം ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ഇപ്പോൾ അലക്സേനെ ഇപ്പം എല്ലായിടത്തും അല്ലേ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ റോബോട്ടിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ആപ്ലിക്കേഷൻസ് ചെയ്യാന്നുള്ളതാണ്. ഹ്യൂമനോയിഡ് ആപ്ലിക്കേഷൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള മനുഷ്യൻ ചെയ്യാം. അതെ. അപ്പോൾ അങ്ങനെ ഫാദർ തന്നെ, അതും വീണ്ടും ഫാദറിലോട്ട് തന്നെ വരാം. അപ്പോൾ ഫാദർ കഴിഞ്ഞൊരു വർഷം മുന്നേ പനി പിടിച്ചിട്ട് വീട്ടിൽ നിന്നപ്പോഴേക്കും അന്ന് നമ്മുടെ പണിക്കാരൻ പോയി. അപ്പോൾ ഫാദർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാദർ വിളിച്ചുകൊണ്ടിരിക്കും, ഡോർ ഓപ്പൺ ചെയ്യും, പേപ്പർ എഴുതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞപ്പനെ പറ്റി ആലോചിച്ചു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയുക, നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട, ഒരു 5 ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഹ്യൂമൻ റോബോട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കൈപിടി ചേർത്തണം, ഒന്ന് തന്നെ ടോയ്ലറ്റിൽ ഒന്ന് കൊണ്ടുപോകണം. എനിക്ക് വേറെ ആരും ടോയ്ലറ്റ് കൊണ്ടൊന്നും ഇഷ്ടമല്ല, ഇതിനാകുമ്പോൾ കുഴപ്പമില്ല, യന്ത്രമല്ലേ. അങ്ങനെ റിസർച്ച് ലാബ് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ശരിക്കും അതൊരു തുടക്കമായിരുന്നു അല്ലേ, ആ ഒരു ചിന്തയിൽ നിന്നുള്ള. അപ്പോൾ അതിന് ബിടെക്കിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഇൻസ്ട്രുമെന്റേഷനും ബിടെക് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെന്റും ക്ലബ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ അതിനെ ഹ്യൂമനോയിഡ് റോബോട്ട്സിന്റെ പറ്റി ഇങ്ങനെ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പല ബോട്ട്സുകളും വന്നു. അപ്പോൾ ആ ബോട്ട്സൊക്കെ ഇങ്ങനെ അസംബ്ലിങ്ങും അതിൻ്റെ വെൽഡിങ്ങും എല്ലാം ഇവിടുത്തെ ലൈത്തിലൊക്കെ തന്നെ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ശരി. അപ്പോൾ ഈ ഫൈസൽ വന്നതിന് ശേഷം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുതിയ തലമുറ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമുള്ളൂ. എന്താണ് പുതുതായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണ്. ഞാൻ 2000-2005 വരെ ഇവിടുത്തെ പ്രൊഡക്റ്റാണ്. അതിനുശേഷമാണ് ഹോസ്പിറ്റലൊക്കെ മറ്റ് പ്രോട്ടോട്ടൊക്കെ പോയത്. ഹോസ്പിറ്റൽ അപ്പം ഫൈസലിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആണോ? ആ ഒരു ക്യാമ്പസ് ഡെന്റൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. ബ്രെയിൻ ചൈൽഡ് ഫാദറിൻ്റെയാണ്, ഞാൻ വർക്ക് ചെയ്യാൻ അവസരം. ഫാദറെ പക്ഷേ 90 വയസ്സായെങ്കിൽ ഇപ്പോഴും എല്ലാ ദിവസവും ഈ യൂണിവേഴ്സിറ്റി വരും അല്ലേ? എല്ലാ ദിവസവും വരും. ഇവിടുത്തെ ഫുഡേ അദ്ദേഹം കഴിക്കത്തുള്ളൂ, സ്റ്റുഡൻസിൻ്റെ മെസ്സിലുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ. ഞാൻ വന്നതിന് ശേഷം എന്ന് പറയാൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷനൊന്നുമില്ല. ഫാദർ തുടങ്ങി വെച്ച ഈ യൂണിവേഴ്സിറ്റിയുടെ പുതിയ കോഴ്സിൽ തന്നെ ഡെവലപ്പ് ചെയ്യാന്നുണ്ട്. ഇപ്പോൾ നാനോ ടെക്നോളജി എന്ന ഉദാഹരണമാണ്. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് അറിയേണ്ടതായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പറയാം നാനോ ടെക്നോളജിയിൽ. നമ്മുടെ ഹോസ്പിറ്റലോട് തിരിച്ചു വരാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണം, കുടിക്കാനും കുളിക്കാനും എല്ലാതും, ക്ലീനിങ് എല്ലാം ആയിട്ട്. അപ്പോൾ അതിനകത്ത് വേസ്റ്റ് വാട്ടറായിട്ട് 3 ലക്ഷം ലിറ്റർ വെള്ളം വേസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് STP ഇത് സിവിയർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കഴിഞ്ഞിട്ട് വേസ്റ്റായി പോകുന്ന വെള്ളത്തെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ നോർമൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് കടത്തി വിട്ടിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ റബിള്, ചാർക്കോള്, അങ്ങനെ കൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ 2 ഏക്കർ ഒരു അഗ്രികൾച്ചർ പാടത്തോട്ട് ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് വാട്ടറിനെ കടത്തി വിടുകയാണ്. അങ്ങനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ്. നമ്മൾ വാഴ കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പം വാഴ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, വാഴക്കൊല കിട്ടും, പഴം കിട്ടും. അതൊരു ഭാഗം. അത് നമ്മുടെ ഡിസബിലിറ്റി ഫണ്ടിലോട്ടൊക്കെ മാറും. ഈ വാഴ തടയുണ്ടല്ലോ, ആ തടയിൽ നിന്നും നമ്മൾ ബനാന ഫൈബർ നമ്മൾ വേർതിരിച്ചെടുക്കും.
ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഫൈബർ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് നാനോ ത്രെഡായിട്ട് വികസിപ്പിക്കുന്നു. അത് വികസിപ്പിച്ച് നമ്മൾ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ടെക്സ്റ്റൈൽ രംഗത്ത് വലിയ രീതിയിലുള്ളൊരു മാറ്റം, ഇപ്പോൾ നാപ്കിൻസ് ആയിരുന്നാലും മറ്റു അങ്ങനെ പല കാര്യങ്ങളായിരുന്നാലും ഈ ബനാന നാനോ ഫൈബർ ഉപയോഗിച്ചുകൊണ്ട് ബയോ ഫൈബറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മൾ അപേക്ഷിച്ച് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ തന്നെ വളരെ പോസിറ്റീവാണ്. 2-3 പ്രോജക്റ്റുകൾ അനൗൺസ് കൊടുത്തപ്പോഴേക്കും വളരെയധികം ആവേശപൂർവ്വം അവരത് ചെക്കപ്പ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആ ഒരു സയൻറ്റിഫിക് റിസർച്ച് ടീം ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ചെറിയൊരു ആശയം ഉണ്ടെങ്കിൽ പോലും അതിനങ്ങ് വിടത്തില്ല, ചെക്കപ്പ് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തും. അതുപോലെ ഇവിടെ കണ്ട മറ്റൊരു സംഭവം ഇതാണ്, ഇത് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് ഇവിടെ ഈ ട്രെയിനിങ് അക്കാഡമി ജോയിൻ ഇന്ത്യസ് ആം ഫോഴ്സസ് ആസ് ഓഫീസേഴ്സ് ഇൻ എയർഫോഴ്സ് ആൻഡ് നേവി അത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? നമ്മുടെ കൊച്ചു പിള്ളേർ ചോദിക്കുന്നത് എന്താണ്, എനിക്ക് പൈലറ്റ് ആവണം, എയർഫോഴ്സ് ആവണം, അല്ലെ ആർമിയിൽ പോകണം, അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഡ്രീംസാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ +2 കഴിയുമ്പോഴേക്കും പിന്നെ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും ഈ ഡ്രീംസൊക്കെ പിന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നമുക്കൊരു കാര്യം ഞാൻ തന്നെ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ഉണ്ട് ആർമിയിൽ. അപ്പോൾ അതിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസും അതുമാതിരി തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടിക്ക് ആർമിയിൽ പോകാൻ പറ്റും. എയറോനോട്ടിക്കൽ പഠിച്ച ബിടെക് പഠിക്കുന്ന കുട്ടിക്ക് എയർഫോഴ്സിന് ടെസ്റ്റ് എഴുതാൻ പറ്റും. മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിക്ക് ഈ പറയുന്ന നേവിയിൽ പോകാൻ പറ്റും. പക്ഷേ അതിന് എന്താ ചെയ്യേണ്ടത്, ഈ ബിടെക്കിനോടൊപ്പം തന്നെ ഡിഫൻസിൻ്റെ പരിശീലനം കൂടെ വേണം. ഡിഫൻസ് സർവീസ് പരിശീലനം എന്ന് പറയുമ്പം കായിക പരിശീലനം മാത്രമല്ല, നമുക്ക് ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡിഫൻസിൻ്റെയും ഈ പറഞ്ഞൊരു പ്രത്യേക കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ കുറേ ക്വസ്റ്റ്യൻ സെക്ഷൻസ് ഉണ്ട്. സിവിൽ സർവീസ്മാർ തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഡേ 1 മുതൽ പഠിപ്പിക്കുക, എക്സാം എഴുതിപ്പിക്കുക, അങ്ങനെ പോകാമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ആശയമാണല്ലോ. കഴിഞ്ഞ ഫൈനൽ ഇയർ പഠിച്ചൊരു പയ്യൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അവനെ കൊണ്ട് ജസ്റ്റ് വെറുതെ ഡിഫൻസിൽ ഈ ട്രെയിനിങ് കൊടുത്തു. അവനിത് ഇപ്പോൾ ഡിഫൻസിലുണ്ട്, ആർമിയിൽ കിട്ടി, കമ്പനി ഡിഫൻസ് സർവീസ് ഓഫീസറായിട്ട് അപ്പോയിൻ്റ് ആയി. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ഇതും കൂടെ നേടിയെടുക്കാൻ പറ്റും ഇതിനോടൊപ്പം. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടിക്ക് ഡിഫൻസ് സർവീസ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ആർമി ഓഫീസറാവാം, ഡയറക്റ്റ് ആർമി ഓഫീസ് കമ്പനി ഡിഫൻസ് ഓഫീസറാവാം, അതുപോലെ നേവിയിൽ പോവാം. ഇവിടെ ഇപ്പോൾ രാവിലെ നമ്മൾ വളരെ നേരത്തെ വന്നതുകൊണ്ട് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പം എക്സാം സമയം കൂടിയാണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടുത്തെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഈ കുറച്ച് തമിഴ് ശൈലിയിലുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലെ ഒരു ഇന്ത്യയുടെ ഗ്രാമത്തിൽ വരുന്ന പോലെയാണ് ഈ ഒരു ക്യാമ്പസിലേക്ക് വരുന്നത്. ഒട്ടും വളരെ എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ യൂണിവേഴ്സിറ്റി കാണുന്ന പോലെ വളരെ മോഡേൺ ബിൽഡിങ്സ് ഒന്നുമില്ല. അതിൻ്റെ ഒരു ഭയങ്കര രസമുണ്ട് ഇവിടെ എന്നുള്ളത്. പക്ഷേ എത്ര വർഷം പഴക്കമെന്ന് ആലോചിച്ച് നോക്കണം. ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞാൽ ഇത്രയും പഴക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ MG യൂണിവേഴ്സിറ്റി പോലും അത്രയും വർഷം ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് കാണാം. അത് 89 എഴുതിയിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്. ഇവിടുത്തെ ഏറ്റവും മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും പ്രഗത്ഭയായ വൈസ് ചാൻസലറാണ്. അതായത് ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നൊക്കെ പറയാവുന്ന ഡോക്ടർ ടെസി തോമസ്. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു വിമൻ സയൻറ്റിസ്റ്റ് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ സയൻറ്റിസ്റ്റ് ആണ് ഈ പറയുന്ന എന്താ പറയുക DRDO ഡയറക്ടർ ജനറലായിട്ട് വരുന്നതും അഗ്നി-4 മിസൈൽ ആദ്യമായിട്ട് മിസൈൽ ഇതിലോട്ട് വരുന്ന ഫസ്റ്റ് വനിത. അഗ്നി-4 അഗ്നി-5 മിസൈലിൻ്റെയും സ്ഥാപക ഡയറക്ടർ. എൻ്റെ തലച്ചോറാണ് ഇവരെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ചെയ്ത ഉടൻ തന്നെ മാഡം സ്ഥാപനത്തിൽ മേഡം സെലക്ട് ചെയ്തതും താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എനിക്ക് റൂറലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തണം എന്നുള്ള കോൺസെപ്റ്റാണ്. അത് അബ്ദുൽ കലാം സാറിൻ്റെ ഒക്കെ വിഷൻ. അതെ, APJ സ്ഥാപനത്തിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സാറ്റലൈറ്റ് സ്പേസ് സെൻ്ററിൻ്റെ ആശയം നമുക്ക് തരുന്നത്. ആണല്ലേ? അത് ശരി. നമുക്ക് അതുകൂടെ ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ സാറ്റലൈറ്റ് നിർമ്മിക്കുക എന്നൊരു ആശയം ആരുടെ തലയിലാണ് ഉദിച്ചത് ഇവിടെ? അത് വന്നത് ഇങ്ങനെ സുനാമിയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. 2004 സുനാമി വന്നത്. അപ്പോൾ അതിനുശേഷം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളൊരു ജില്ല കന്യാകുമാരി ജില്ലയാണ്. അപ്പോൾ അന്ന് ജില്ലാ കളക്ടർ അടങ്ങുന്ന സംഘം ഈ സുനാമിക്ക് ശേഷവും ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയായിരുന്നു, ഈ ക്യാമ്പസിലായിരുന്നു. അപ്പോൾ പലതും ഓഫർ ചെയ്തു, വീട് വെച്ച് കൊടുക്കാമെന്ന്, മറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആരംഭിക്കാമെന്നൊക്കെ.
അപ്പോൾ ഫാദർ പറഞ്ഞത് ആസ് എ ടെക്നിക്കൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലപ്പത്തിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസും ഡിസാസ്റ്ററൊക്കെ വരുമ്പോൾ ഒന്ന് നമുക്കതിനെ നേരിടാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്കതിന് മുൻകൂട്ടി അറിയാനും സാധിക്കണം. എപ്പോഴും ഈ റീഹാബിലിറ്റേഷന് പകരം ഈ ഹാബിലിറ്റേഷനെ പറ്റി ഒന്ന് ഫോക്കസ് ചെയ്തുകൂടെ? ശരി, അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീട് വെച്ച് കൊടുക്കല്ലോ വേണ്ടത്. അപ്പോൾ IASന്റെ അവിടുത്തെ ഒരു ലോബി സംസാരിച്ച് സാർ അങ്ങനെ സാർ പറയണമെങ്കിൽ യു ഹാവ് ടു ബിൽഡ് എ ഓൺ സാറ്റലൈറ്റ് ഫോർ പ്രഡിക്റ്റിംഗ് ദ നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം പറഞ്ഞ കണക്കാണ്. ഫാദർ ഉടനെ 2000 അടുത്ത ദിവസം തന്നെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഉൾപ്പെടെ അവിടെ ഞാൻ പഠിച്ച് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് അവനോട് പറയായിരുന്നു ഇങ്ങനെ ആ ഉപഗ്രഹമൊക്കെ ഉണ്ടാക്കാനൊക്കെ പോയിട്ട് ISR വിചാരിച്ചിട്ട് പോലെ എത്ര വർഷം പാടാണ്. ISRന്റെ 130 ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളൂ മൊത്തം ISR മൊത്തം. അപ്പോൾ രണ്ടാമത്തെ വാശി അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും എൻ്റെ വിദ്യാർത്ഥികളെ വേറൊരു പ്രമേസിൽ കൊണ്ടുപോയി സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം സാറ്റലൈറ്റ് സ്പേസ് സെൻറ്റർ ഉണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി ഗ്രൗണ്ട് സ്റ്റേഷൻ യൂണിറ്റ് ഉൾപ്പെടെ ഗ്രൗണ്ട് സ്റ്റേഷൻ യൂണിറ്റ്, സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം, സാറ്റലൈറ്റ് കൺട്രോൾ മിഷൻ യൂണിറ്റ്, ക്ലീൻ റൂം, ഇതൊക്കെ ആദ്യം ബിൽഡപ്പ് ചെയ്തു. എന്നിട്ട് സാറ്റലൈറ്റ് റിസർച്ചിൻ്റെ ഐസാക്കിൻ്റെ ചെയർമാനായിട്ടുള്ള കൃഷ്ണസ്വാമി സാറിന് ഉൾപ്പെടെയുള്ള 16ഓളം സയൻറ്റിസ്റ്റുകളെ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ താഴെ 150 വിദ്യാർത്ഥികൾ, പല ഡിപ്പാർട്ട്മെൻറ്റിലെ 150 വിദ്യാർത്ഥികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കി. 10 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യത്തെ 15 kg ഉള്ള സാറ്റലൈറ്റ് കൊണ്ടുവന്നു. അപ്പോഴേക്കും പ്രാവശ്യവും ഗവൺമെൻറ് അടുത്ത് പോയപ്പോഴും നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് 2017 നമുക്ക് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്നുള്ളതിൽ നരേന്ദ്രമോദി സർക്കാരിനോട് നമ്മൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിലോട്ട് നമ്മൾ ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയൊരു സാറ്റലൈറ്റാണ്. വിത്തിൻ അവേഴ്സ് നമുക്ക് പെർമിഷൻ വന്നു. എത്രയും പെട്ടെന്ന് ശ്രീഹരിക്കോട്ടയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് PSLV-C 38 എന്ന പേടകത്തിൽ കാർട്ടോസ്റ്റാറ്റ് 2 എന്ന മിഷൻ്റെ ഭാഗമായി അന്ന് എനിക്ക് തോന്നുന്നു 25 or 27 സാറ്റലൈറ്റ് ആണെന്ന് കൂടെ അതിനോടൊപ്പം പോകുന്നത്. എല്ലാം ഫോറിൻ സാറ്റലൈറ്റ് ആയിരുന്നു. ഒരേ ഒരു ഇന്ത്യൻ സാറ്റലൈറ്റ് അന്ന് പോയത് NIU സാറ്റ് നമ്മുടെ സാറ്റലൈറ്റ്. അപ്പോൾ അതിന് എനിക്ക് അതിൽ പോകാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന വേർഡ് ഞാൻ വീണ്ടും കടമെടുത്ത് എപ്പോഴും പറയുന്ന വേർഡാണ്, ശ്രീഹരിക്കോട്ട നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ശാസ്ത്ര പുരോഗതിയുടെ നേട്ടത്തിൻ്റെ ഒരു ഗവൺമെൻറ് തരുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ പ്രചോദനം. അങ്ങനെ നമ്മുടെ 2017 സാറ്റലൈറ്റിലോ ഈ ജൂൺ 23rd or 24th ഈ സമയമാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും നമ്മൾ തമാശ കയറത്തില്ല, നാസയിൽ നിന്ന് പിടികൊണ്ട് അത് പറയത്തില്ലോ, അതുപോലെ നമ്മുടെ ഈ സാറ്റലൈറ്റ് നാസയുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്തുള്ള ഒരേ ഒരു ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ്. അതിപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഗൂഗിളിൽ ജസ്റ്റ് NIU സാറ്റ് നാസ നടിച്ചാൽ ആദ്യം അവരുടെ വെബ്സൈറ്റാണ് ഓപ്പൺ ആവുന്നത്. അതുപോലെ NIU സാറ്റ് അടിക്കുമ്പോഴും ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ കോളേജിൽ നിന്നല്ല വരുന്നത്, ISR വെബ്സൈറ്റാണ് വരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വലിയ നഗരങ്ങളിലുള്ള വമ്പൻ യൂണിവേഴ്സിറ്റികൾക്ക് പോലും സാധിക്കത്തില്ല. അത് ഞാനൊരു പലപ്പോഴും ഇവിടുത്തെ എൻ്റെ സ്റ്റാഫും ആദ്യമൊക്കെ ഇത് സാധിക്കാൻ കഴിയുമോ? ഇങ്ങനെ റൂറൽ, പ്രത്യേകിച്ച് ഈ ജില്ലയിൽ വേറെ യൂണിവേഴ്സിറ്റി പോലും ഇല്ല. അപ്പോൾ അതിനകത്തൊരു യൂണിവേഴ്സിറ്റി വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എൻ്റെ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ലാഭം മാത്രം ലക്ഷ്യമാക്കി ഓടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും പേരെ അപ്പോയിൻറ്റ് ചെയ്ത് ഇത്രയും പൈസ അതിന് വേണ്ടി മുടക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ശരിക്കും ചരിത്രത്തിലുണ്ടാവും. എങ്കിൽ പോലും ലാഭം നോക്കിയിട്ടല്ല അതൊന്നും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആ തരത്തിലുള്ളൊരു എക്സ്പോഷർ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ ഫാദർ ഒരു അക്കാഡമിഷ്യനായിട്ട് 54 മുതൽ 20 വയസ്സിൽ ഫാദർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 70 ഈ സ്ഥാപനത്തിൽ 70 വർഷമായി. ഫാദറിന് 90 വയസ്സായി. നമുക്കിനി ലാഭം ഒന്ന് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് കയറുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സെലിബ്രേറ്റിംഗ് 15th year ഓഫ് യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ്. 15 വർഷമല്ലേ? 2008 കേന്ദ്ര ഗവൺമെൻറ് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് തരുന്നത്. ശരി. അതെ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇത് ഞാൻ ചോദിക്കാനൊരു കാര്യമാണ്, ഈ ബെസ്റ്റ് പ്ലേസ്മെൻറ്റ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ IBM ഒക്കെ ആദ്യമായിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ഒരു ക്യാമ്പസാണിത്. പക്ഷേ അതിന് ശേഷം ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ? ഏതൊക്കെ കമ്പനികൾ? ഏറ്റവും കൂടുതൽ നമുക്ക് കമ്പനീസ് വരുന്നത് നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ അല്ല, എല്ലാ മേഖലയിലും പ്ലേസ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അശോർ ലൈലാൻഡ്, അതേപോലെ തന്നെ TV സുന്ദരം. തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള ഗുണം കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ ഒത്തിരി ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഉള്ളൂ. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സും ഇൻഡസ്ട്രി ഹബ്സും ഉള്ളതുകൊണ്ട് അവർക്ക് തമിഴ്നാട്ടിലൊരു യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മളിപ്പം അശോർ ലൈലാൻഡിൻ്റെ 67 വിദ്യാർത്ഥികളാണ് സെലക്ട് ചെയ്തത്. TV സുന്ദരം ഫിനാൻസിന് അവർക്ക് കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കോപ്പി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം TVS ആയിക്കോട്ടെ, ലൈലാൻഡ് ആയിക്കോട്ടെ, കുൻ എയറോസ്പേസ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ശങ്കർ സിമൻസ് ആയിക്കോട്ടെ, ഇവരൊക്കെ
മെട്രോയിലുള്ള വിദ്യാർത്ഥികൾക്കാളും കൂടുതൽ അവസരം കൊടുക്കുന്നത് റൂറൽ യൂണിവേഴ്സിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്കാണല്ലേ. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ ചെന്നൈയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പ്ലേസ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യും, അവിടെ എടുക്കുന്നതായിരിക്കും. പക്ഷെ അതേ ഇമ്പോർട്ടൻറ്റ് ഈ കുറച്ച് മാറി നിൽക്കുന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റീസിലും കൊടുക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് 300 സ്റ്റുഡൻസിന് തന്നെ പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു പെർസെൻറ്റേജിലോട്ട് ഉയർത്താൻ പറ്റി നമുക്കത്. കഴിഞ്ഞ വർഷവും നമുക്ക് ആ പ്ലേസ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. IT കമ്പനികളോ IT കമ്പനി ടെക്നോപാർക്ക്, ട്രിവാൻഡ്രം ടെക്നോപാർക്ക് ബേസ് ഒത്തിരി കമ്പനീസ് TCSൻ്റെ ഉണ്ടായിരുന്നു, TCSൻ്റെ ഉണ്ട്, ഇൻഫോസിസിൻ്റെ വരുന്നുണ്ട്, കുറേ കമ്പനീസ് വരുന്നുണ്ട്. വെർട്ടിക്കൽ സൊല്യൂഷൻസിൻ്റെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബാണ് ഇത്. നമ്മുടെ ഒരു US ലാബാണ്, ആപ്പിൾ ലാബാണ്. ഇത് ആപ്പിളിൻ്റെ റിസർച്ച്. ഇവിടെ IOSൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, വെറുതെ ലാബായിട്ടല്ല സർ. ഇത് ഇവിടുത്തെ പ്രോ വൈസ് ചാൻസലറാണ്, എൻ്റെ അധ്യാപകനാണ്. ഇവിടെ അങ്ങനെ കാര്യമുണ്ട്, വയസ്സെല്ലാം പഠിപ്പിച്ച പലരും അധ്യാപകനാണ്. പക്ഷേ ഏറ്റവും വലിയ സംഭവം പറഞ്ഞാൽ സാറിനെ കണ്ട് ഞാൻ പഠിക്കണം ഇപ്പോഴും സ്റ്റിൽ എന്ന് പറഞ്ഞാൽ സാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സാർ പ്രൊവൈസ് ചാൻസലർ ആയതുകൊണ്ട് ഇപ്പം റോബോട്ടിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോബോട്ടിക്സിൻ്റെ സയൻറ്റിസ്റ്റും റിസർച്ചേഴ്സും കൂടെ ഉണ്ട്. പക്ഷേ സാർ ഇപ്പോൾ റോബോട്ട് ചെയ്യുന്നുണ്ട്. അത്രയും സാർ സ്കിൽഡായിട്ട് സാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ IOSൻ്റെ സർട്ടിഫിക്കേഷൻ സാർ ഒന്ന് സാർ എത്ര വർഷം ഇപ്പോൾ ഇവിടെ ഫൈസലിനൊക്കെ പഠിപ്പിച്ചല്ലോ? 27 years കംപ്ലീറ്റ് ആയി. 28 year. ശരി. എവിടെ നാട്? ഇവിടെ മാർത്താണ്ഡം. എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ കമ്പ്യൂട്ടർ ലാബിലെ ആക്ടിവിറ്റീസ്? കമ്പ്യൂട്ടർ ലാബിലെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 89 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സൗത്ത് തമിഴ്നാട്ടിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടേ വന്ന് ലേറ്റസ്റ്റ് ടെക്നോളജീസിന് സ്റ്റുഡൻസിന് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മാനേജ്മെൻറ്റ്. നമുക്ക് വളരെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ നമ്മളാണ് ഫസ്റ്റിൽ AS400 മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ഇവിടെ വാങ്ങിച്ച് സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുത്തത്. പിന്നെ ആദ്യം ഇപ്പം നമ്മളെല്ലാവരും വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ പറയും. അപ്പം നേരത്തെ നമ്മൾ 1980s 90s വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഇസ്രയേലിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ് ക്യാമറയും കിറ്റും ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് സോ വി ഹാവ് കണ്ടക്റ്റഡ് ലൈവ് വീഡിയോ കോൺഫറൻസസ് വിത്ത് ഇസ്രയേലി സയൻറ്റിസ്റ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം. പിന്നെ ഇനി ഒന്നുള്ളത് ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നേരത്തെ ഇവിടെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല. അപ്പം സോ വി write to National Informatics in New Delhi, and with their support through satellite we got internet connectivity. അപ്പം അങ്ങനെ അടുത്ത് അപ്പോൾ അത് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടി. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ ഡയലപ്പ് കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ ഡയലപ്പ് കണക്ഷൻസ് ഒക്കെ കോൺഫിഗർ ചെയ്ത് സോ ഇവിടെയുള്ള ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ അപ്പോൾ തന്നെ ചെയ്തു കൊടുത്തു. അപ്പം അങ്ങനെ വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് വരുന്ന ആ സമയത്താണ് ഇവർ സാറിനൊക്കെ ചെയ്തപ്പോഴേക്കുമാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഇതിനകത്ത് പ്രസിഡന്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റിയുമായിട്ട്. അപ്പോൾ IIT ബോംബെ, അണ്ണാ യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ 4-5 യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു അന്ന് വന്നിരുന്നത്. ഞങ്ങളും അപ്ലൈ ചെയ്തു, കാരണം നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജി ഉണ്ടല്ലോ. സാറ് പറഞ്ഞതിനൊക്കെ ദൈവത്തിൻ്റെ എന്തോ ഒരു കാര്യം കൊണ്ട് ഈ പറയുന്ന നമ്മുടേതായിരുന്നു ഏറ്റവും ഫസ്റ്റ് പ്രസിഡന്റിന് കണക്ഷൻ കിട്ടിയത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ് പ്രസിഡന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ആ വീഡിയോ കോൺഫറൻസ് ആദ്യമായിട്ട് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ കോഴ്സുകളായിട്ടും ഒക്കെ വന്നു. സാറിനോട് ഇനി ഒരു കാര്യം കൂടെ പറയാം. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എനിക്ക് തോന്നുന്നു 89-90 സാറ് കമ്പ്യൂട്ടർ മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വെള്ള TV ആണ് ഈ സാധനം എന്നുള്ള സ്ഥിതിയിരിക്കുക, വലിയ കമ്പ്യൂട്ടറൊക്കെയാണ്. അപ്പോൾ ഞാൻ സാറിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ഗെയിംസിൽ ചെറിയ ഒന്നുണ്ടെങ്കിൽ കേട്ടല്ലോ, വിൻഡോസ് വരത്തില്ലേ. ഇത് എൻ്റെ ആ ക്യൂരിയോസിറ്റി സാർ അത് പഠിച്ചു. ഞാനെന്നൊരു ബാലൻ്റെ ക്യൂരിയോസിറ്റി സാറ് നേരെ സാറിനോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടപ്പോഴേക്കും ഇങ്ങനെ ഫൈസൽ ഇങ്ങനെ ഭയങ്കര ഈ ഏജ് ഗ്രൂപ്പിനകത്തുള്ളൊരു അത്ഭുതമാണ് ഈ സാധനം. നമുക്ക് ഈ എൻ്റെ സ്റ്റേറ്റിലെയും വിദ്യാർത്ഥികളെയും നമുക്ക് ക്ഷണിക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന റൂറൽ മേഖലയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം നമ്മളങ്ങനെ 80 സ്കൂളുകളായിട്ട് 12 ജില്ലകളിലെ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ ഇവിടെ ഈ എല്ലാ വർഷവും നമ്മൾ എക്സ്പോ നടത്തും. അങ്ങനെ എക്സ്പോ നടത്തി ഒരു എക്സ്പോ 27,000 വിദ്യാർത്ഥികളാണ് ഓരോ എക്സ്പോയ്ക്കും കമ്പ്യൂട്ടർ ലാബ് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെ ചരിത്രത്താദ്യമായി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 2 വർഷം അടുപ്പിച്ചുള്ള പോപ്പുലൈസേഷൻ അവാർഡ് ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആദ്യം വരെ വിദ്യാർത്ഥികളൊന്നും പോകത്തില്ല, അരമണിക്കൂർ കമ്പ്യൂട്ടർ കൊണ്ടിരിക്കും. ആ ഗെയിംസും അന്നത്തെ ആ ഒരു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിനോടൊപ്പം വളർന്ന സ്ഥാപനമാണെന്ന് പറയാം അല്ലേ? ഒപ്പം വളർന്നതാണ്. ഹ്യൂമനോയിഡ് റോബോട്ടിക്സിൻ്റെ കുറച്ചാണെങ്കിലും സാറ്റലൈറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും
എല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഇപ്പം അത് നമ്മൾ ക്ലൗഡാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സോ അപ്പം ഉടനെ ചെയർമാൻ സാർ സംസാരിച്ചു, സോ വി നീഡ് ടു ഇൻസ്റ്റാൾ ദാറ്റ്. അപ്പം അതിന് വി ഹാവ് സെറ്റ് അപ്പ് പ്രൈവറ്റ് ക്ലൗഡ്, നിഷ് പ്രൈവറ്റ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസൈഡ് അവർ ക്യാമ്പസ്, സോ ദാറ്റ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ക്യാൻ എക്സ്പീരിയൻസ് ഓൾ ദോസ് തിങ്സ്. സോ അങ്ങനെ ടെക്നോളജി അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ പിന്നെ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റീസ് പോലും അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റി അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. പിന്നെ ഈ ലാബിൻ്റെ ഇനിയൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം ഈ iOS-ൽ ഇപ്പം iOS-ൻ്റെ ലേറ്റസ്റ്റ് ടൂൾസൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം. സോ സ്റ്റുഡൻസ് ആ ID വെച്ച് യൂസ് ചെയ്താൽ ദേ ക്യാൻ ഡെവലപ്പ് ദ ആപ്ലിക്കേഷൻ യൂസിങ് ദ ലേറ്റസ്റ്റ് iOS ടൂൾസ് ആൻഡ് ദോസ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി പോർട്ടഡ് ടു the Apple devices and accordingly tested also. അങ്ങനെയുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഈ ക്യാമ്പസിൽ തന്നെ കൊടുക്കാൻ പറ്റും. അധ്യാപകനായതുകൊണ്ട് എന്തും ചോദിക്കാമല്ലോ. കുറ്റങ്ങളാണെങ്കിലും സാർ ക്ഷമിക്കരുത്. പണ്ട് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇന്നലെ ചോദിക്കുക, ഇന്ത്യൻ 2 എന്നൊരു മൂവി ഇറങ്ങി. അതിന്റെ ട്രെയിലറിൽ ശങ്കർ AI ആണല്ലോ. അപ്പം സാറും നമ്മളോട് ഡിസ്കസ് ഒരു AI ജനറേറ്റഡ്, ഫുള്ളി AI ജനറേറ്റഡ് മൂവിയെ പറ്റി നമ്മൾ ആലോചിക്കുകയാണ്. നമ്മുടെ VFX-ന്റെ അടുത്ത ലെവലിലോട്ട് ഫുള്ളി AI ജനറേറ്റഡ് മൂവി. വിദ്യാർത്ഥികൾ ഒരു 50 വിദ്യാർത്ഥികൾ ഈ മൂവിയായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മൾട്ടിമീഡിയറ്റും ഗ്രാഫിക്സ് ഇൻട്രസ്റ്റ് 50 വിദ്യാർത്ഥികളെ ക്ലബ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് AI മൂവി. വെരി ഗുഡ്. ഇപ്പൊ ഇന്ത്യൻ 2-ലൊക്കെ തന്നെ നെടുമുടി വേണുമൊക്കെ AI-ൽ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു വിപ്ലവമായി മാറും. ഈവൻ നമ്മുടെ യൂട്യൂബിൽ പോലും ഞാനൊന്നും ഇല്ലാതെ ഞാനൊക്കെ പ്രത്യക്ഷപ്പെടും. പൈസ അത് നിങ്ങൾക്ക് ജോലി കുറയുന്നറിയോ? എന്റെ ഫീസ് അങ്ങ് കഴിയട്ടെ, എന്റെ റോയൽറ്റി തന്നോളൂ, ഒരു അരമണിക്കൂർ ഒരു എപ്പിസോഡ് നിങ്ങളായിരിക്കും എടുക്കുന്നത്. ശരിയാണ്. പത്ര സാധ്യതയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പതുക്കെ അപ്രദക്ഷണമാവും കേട്ടോ. അപ്പോൾ സാർ ഞങ്ങൾ ഓടി നടന്ന് കാണട്ടെ ക്യാമ്പസ് ഒന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇൻ്റലുമായിട്ട് ചേർന്നിട്ട് ഉള്ള ഇവിടുത്തെ ലാബാണ്. ഇവിടുത്തെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ലാബുകളൊക്കെ പോയാൽ കാണുന്നത് ഏറ്റവും പുതിയ എന്താ പറയുക മാർബിളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതല്ല, ഇത് എത്രയോ വർഷം മുമ്പുള്ള ലാബിൽ ഇപ്പോഴും പഴയ മൊസൈക്കാണ്. ലാബൊന്നും മാറ്റിയിട്ടില്ല. ഓൾഡ് മീറ്റ്സ് ന്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിർത്തിയിരിക്കുകയാണ്. അത് രസമായിട്ടുണ്ട് അതൊക്കെ. പിന്നെ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് നേരത്തെ മറൈൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രമുഖ ഗാന്ധിയനായിരുന്ന പത്മശ്രീ P. ഗോപിനാഥൻ അദ്ദേഹത്തിൻ്റെ പേരുള്ള മെമ്മോറിയൽ സിവിൽ സർവീസ് അക്കാഡമി. എന്താണ് സംഭവം? ഇത് ഈ അക്കാഡമി ബോർഡോട് വന്നിട്ടുണ്ടെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 10-15 വർഷമായി. അദ്ദേഹത്തിന് 90 വയസ്സ് നവതി ആഘോഷത്തിന് നേരത്തെ വെച്ചിട്ടാണ് അങ്ങനെ തീരുമാനം വരുന്നത്. നമുക്കൊരു ആശയമാണ്, കാരണം ഒരു സ്കൂൾ ലെവൽ വിദ്യാർത്ഥികൾക്ക് ഒരു സിവിൽ സർവീസ് പ്രോഗ്രാമിനെ പറ്റി സൗജന്യമായിട്ട് നടത്താൻ സാധിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ആശയം അത് വളരെ ഗംഭീരമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഭാഗത്തുമുള്ള ഏറ്റവും വലിയ സ്കൂൾ അവകാശപ്പെടുന്ന ഇൻ്റർനാഷണൽ സ്കൂൾ മുതൽ റൂറലിലെയും ട്രൈബലെയും ഈ പറഞ്ഞ കോസ്റ്റേയിൽ എല്ലാ വിദ്യാർത്ഥികളും വന്നിട്ട് 2000-ഓളം വിദ്യാർത്ഥികളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. അതിന് സെലക്ട് ചെയ്തിട്ടുള്ള 70 സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ എടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സൗജന്യമായിട്ടും ഡിഗ്രി കഴിയുന്നത് വരയ്ക്കും സിവിൽ സർവീസ് പരിശീലനം സൗജന്യമായി നൽകും. അങ്ങനെ 12 ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലോട്ട് BTech പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരവും വീക്കിലിയും ഈ സിവിൽ സർവീസ് പരിശീലനം നമ്മൾ കൊടുക്കും. അപ്പോൾ സിവിൽ സർവീസ് അവർക്കുള്ള കൂടുതൽ ആഗ്രഹങ്ങൾ കൊടുക്കുക, കൂടുതൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, കൂടുതൽ ടോപ്പിക്സ് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആംഡ് ഫോഴ്സസും സിവിൽ സർവീസും എല്ലാം വാല്യൂ ആഡ് പ്രോഗ്രാംസ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് എവർ നാനോ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഇൻ സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. നേരത്തെ പറഞ്ഞ ആ ഒരു ബനാന ത്രെഡിൻ്റെതും അതുപോലെ തന്നെ നാനോ ടെക്നോളജി ഇത് മാത്രമല്ല കുറേ റിസർച്ച്. ഇപ്പോൾ തന്നെ ഒരു സ്നേക്കിൻ്റെ ഒരു ആൻറ്റിവെനത്തിൻ്റെ റിസർച്ച് വന്നിട്ടുണ്ട് നാനോ ടെക്നോളജിയിൽ. അപ്പോൾ ഇപ്പം കുട്ടികളൊക്കെ വന്ന് ഏകദേശം അല്ലേ 10 മണിയാകുന്ന എക്സാം തിരക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കഫറ്റീരിയ കാണുന്നുണ്ട്, കൂടാതെ വേറെ ക്യാൻറ്റീനായിട്ടും വലിയ ക്യാൻറ്റീനുണ്ടോ? 4 മെസ്സുണ്ട്, 2 ക്യാൻറ്റീനുണ്ട്, പിന്നെ പുതിയ വരുന്നുണ്ട് അകത്ത്. ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അതായത് ഇൻക്ലൂഡിങ് ഇവിടെ നമുക്ക് PhD സ്റ്റാഫ് പെർമനന്റ് ആയിട്ടുള്ള PhD സ്റ്റാഫ് തന്നെ 300ഓളം സ്റ്റാഫുകളുണ്ട്. 300ഓളം PhD എടുത്ത സ്റ്റാഫുകളുണ്ട്, പിന്നെ 500ഓളം PhD സ്കോളേഴ്സ് ഉണ്ട്, പിന്നെ നോൺ ടീച്ചിങ് എല്ലാം കൂടെ 1200 സ്റ്റാഫ്. ഈ ക്യാമ്പസിൽ മാത്രം. കുട്ടികൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പെർമനന്റ് ആയിട്ടുള്ളത് 4000 സ്റ്റുഡൻസ് ആണ്. അതിനകത്ത് PhD സ്കോളേഴ്സ് ഒരു 500+ വിദ്യാർത്ഥികൾ വേറെ ഉണ്ടാവും. 4000 പേർക്ക് 1200ഓളം സ്റ്റാഫുണ്ട്. അത് കാരണം അത് UGCയുടെ ഗൈഡ് ലൈൻസിനകത്ത് ഇത്ര അനുപാതം
1:10 അങ്ങനത്തെ കുറേ അനുപാതങ്ങളുണ്ട്. അപ്പോൾ ഒരു എത്ര പ്രോസസ്സ് ഉണ്ടാകണം, എത്ര റിസർച്ച് ഗൈഡ് ഉണ്ടാകണം, ഇതൊക്കെ നമുക്ക് വേണം. അതുകൊണ്ട് അധ്യാപകർക്കും ഇൻസ്ട്രക്ഷൻ ഉണ്ട്. വെറുതെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവർ പബ്ലിക്കേഷൻസ് ചെയ്യണം. എല്ലാ വർഷവും മിനിമം 2 പബ്ലിക്കേഷൻസ് ഉണ്ടാവണം. അത് ഏത് ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നത് പോലും UGCയുടെ മാനദണ്ഡമാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്സിമയുടെ ഇവിടെ നിന്ന് വൈസ് ചാൻസലറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഒരു മേഖല അല്ലായിരുന്നല്ലോ, അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിലേക്ക് അഡാപ്റ്റ് ആയോ? മാഡം അക്കാഡമിക് മേഖല അല്ല എന്ന് പറയുമ്പോഴും IIT കൗൺസിൽ മെമ്പറായിരുന്നു. മെമ്പർ ഓഫ് IIT കൗൺസിലായിരുന്നു മാഡം ആയിരുന്നു. പിന്നെ അതേമാതിരി തന്നെ മാഡം എയറോസ്പേസിനകത്ത് ഈ DRDOയുടെ തന്നെ അക്കാഡമി ഉണ്ട്, എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻ അക്കാഡമി ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഓൾറെഡി ഒരു പരിചയം റിസർച്ച് പരിചയമുണ്ട്. അഡ്മിഷൻസ് എല്ലാം അപ്പോൾ നമ്മൾ നേരെ അഡ്മിഷൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇവിടുത്തെ എല്ലാ കോഴ്സുകളും ഉണ്ട്. ഏറ്റവും മുകളിൽ ഡോക്ടർ ടെസ്സി തോമസിൻ്റെ ഇത്രമുണ്ട്. അപ്പം BIB ടെക്, പിന്നെ BCom, ഇതെൻ്റെ ഈ പറഞ്ഞില്ല ഞാനൊക്കെ പഠിച്ച കാലത്തെ കോഴ്സുകൾ ഒരു മാറ്റം എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. BB ടെക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇത്രയും സ്പെഷ്യാലിറ്റീസ് നമുക്ക് BB ടെക്കിനുണ്ട്. ME M.Tech ഉണ്ട്, MBA, BSc MSc, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ്. അത് വളരെ കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് RCAയുടെ ഒരു കോഴ്സാണത്. പിന്നെ മാരിടൈമിൻ്റെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ലോജിസ്റ്റിക്കും പോർട്ടൊക്കെ വരെയല്ലേ. ഇപ്പോൾ ഇന്റർനാഷണൽ ഷിപ്പിംഗ് വരുന്നു, MBA ഗ്ലോബൽ പോർട്ട് വരുന്നുണ്ട്, ബ്ലൂ എക്കോണമി ആൻഡ് മാരിടൈം സയൻസ്, മറൈൻ സയൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പുതിയ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നുണ്ട്. ഏറ്റവും സാധ്യതയുള്ളതാണ്. ശരി. എന്നാൽ നമുക്കിനി അഡ്മിഷൻ ഓഫീസിൽ കയറാം. അപ്പോൾ അഡ്മിഷൻ സെൻറ്ററിൽ നമ്മളിങ്ങനെ 3-4 കുട്ടികളുടെ പടങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്നുണ്ടല്ലോ. എന്താണ് സ്റ്റുഡൻസ് സെറ്റ് സെയിൽ ഫോർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ്? അപ്പോൾ നമ്മൾ അവരോട് ടൈപ്പിലാണോ? എന്താണ് നമുക്ക് പലർക്കൊരു ചിന്തയുണ്ടാവും, നമുക്കിപ്പോൾ ഈ സ്റ്റഡി എബ്രോഡ് പുറത്തു പോയാലേ നമുക്ക് എക്സ്പോഷർ കിട്ടത്തുള്ളൂ എന്നല്ല. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കും ഏറ്റവും വലിയ ഇന്ത്യയിലെ മെട്രോയിലിരിക്കുന്ന യൂണിവേഴ്സിറ്റി പഠിച്ചാലേ എൻ്റെ കുഞ്ഞിന് എക്സ്പോഷർ എടുത്തുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ഏത് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അവന് കുറച്ചൊരു എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് അച്ചീവ് ചെയ്യണമെന്നൊരു കഴിവുണ്ടെങ്കിൽ, ആ യൂണിവേഴ്സിറ്റിയിലെ മറ്റു കാര്യങ്ങളുടെ സപ്പോർട്ട് കൂടെ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട്. ഇപ്പോൾ ഇത് വലിച്ചു ഈ ഐശ്വര്യ എന്ന ട്രിവാൻഡ്രത്തുള്ള കുട്ടിയാണ്. ആ കുട്ടി ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെനസിയിൽ ഫുൾ സ്കോളർഷിപ്പിൽ ആ കുട്ടി പോവുകയാണ്. ശരി. ഇവിടെ നിന്ന് പഠിച്ചിട്ട് അടുത്ത് ഹയർ സ്റ്റഡീസിന് അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EV കൺവേർഷൻ, ഇലക്ട്രിക്കിനും ഏറ്റവും കൂടുതൽ EV വെഹിക്കിൾസിൻ്റെ പ്രശ്നം അടുത്ത് ബാറ്ററിയുടെ ലൈഫ് ടൈമിനെ പറ്റി പഠിക്കാന്നുള്ളതാണ്. അപ്പോൾ ആ ലൈഫ് ടൈമിനെ പറ്റി അതെങ്ങനെ കൂട്ടാൻ സാധിക്കും, അതിനെപ്പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 വിദ്യാർത്ഥികളും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് വിദ്യാർത്ഥികൾ മലേഷ്യയിൽ പോകുന്നത്. ആദിത്യം, എബിയും, അഭിനേഷും 3 പേരും പോവാണ്. അപ്പോൾ ഇനി കൂടുതൽ ഈ പറഞ്ഞ ഇലക്ട്രിക് കാറുകളുടെ ഒരു കാലം, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമായതുകൊണ്ട് ഇവരൊക്കെ ഇത് പഠിച്ചിട്ട് വരുന്ന ഡിഫറൻസ് സാധനമാണ്. ഇത് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷനാണ്. ഇപ്പം താങ്കളിപ്പം വരെയാണ് എൻ്റെ അടുത്ത്. താങ്കൾ നേരത്തെ പറഞ്ഞു ഞാൻ കുറച്ച് മുന്നേ പഠിച്ച ആളാണ്. ഇവിടെ വന്നിട്ട് താങ്കൾക്ക് EVയിലൊരു ഒരു ആശയമുണ്ട്, ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു ആശയമുണ്ട്. നമ്മുടെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരിക, വന്ന് നിങ്ങളുടെ അറിവുകൾ നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ടും പ്രോസസ്സായിട്ടും പങ്കിടുക. അതിനകത്ത് അവർ ചലഞ്ച് ചെയ്യും, അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലോ. അതിന് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി വിൽ ഗീവ് 50 lakhs rupees ഫോർ റിസർച്ച് ഫണ്ട്. 50 ലക്ഷം രൂപ താങ്കൾക്ക് എന്നിട്ട് ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ടോക്കൺ സീഡ് മണി യൂണിവേഴ്സിറ്റി വിൽ പ്രൊവൈഡ്. യൂണിവേഴ്സിറ്റി 50 ലക്ഷം രൂപ വരെ തരാം. ബാക്കി യൂണിവേഴ്സിറ്റി UGCക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്യും. അതോളാം. അപ്പം ഏത് ആശയമുള്ള ഒരാളിനും, ഇപ്പം നമ്മളിപ്പം സാധാരണ ഒരു മനുഷ്യൻ, ഒരു പുറത്തുള്ള മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പറയണ പണ്ടാണെങ്കിൽ PhDക്ക് പോയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അതല്ല. ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഒരു ആശയം മനസ്സിലുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി പോവുക, അവിടുത്തെ റിസർച്ച് സെല്ലിൽ പോവുക, എനിക്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇലക്ട്രിക്കൽ റിസർച്ച് ഇങ്ങനെ ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിച്ചുകൂടെ. ആ കൺസെപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നിങ്ങളുടെ ആശയം വിജയിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് ഫയൽ ചെയ്യുന്നു, നിങ്ങൾ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് മാറും. അപ്പം മറ്റേ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും യു ആർ ഗോയിങ് ടു ബിക്കം എ ജൂനിയർ റിസർച്ച് ഫെലോ. ആൻഡ് നിങ്ങളുടെ കയ്യിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ റിസർച്ച് ചെയ്യും. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആശയമായിട്ട് ഞാൻ വരും, തീർച്ചയായും വരാം. ഇത് നമ്മുടെ പ്രോസ്പെക്ടസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് ആണ് ഈ വർഷത്തെ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ പ്രോസ്പെക്ടസ്. ഇതൊക്കെ നിങ്ങളിവിടെ ഞാൻ പറഞ്ഞ എല്ലാം ഇതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളുണ്ട്. ഗംഭീരമായ പ്രോസ്പെക്ടസ്. കൂടാതെ ഞാൻ നമ്പറുകളും അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 64 മുതൽ ഉള്ള നമ്മളുടെ 24 വരെ ഇതാണ്. ഓക്കെ. നമ്മുടെ ഈ ക്യാമ്പസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് ഒരു മരം പോലും മുറിക്കാതെയുള്ള പരിപാടികളാണ് മൊത്തത്തിൽ, അല്ലേ? ഇപ്പം മുറിക്കാതെ തന്നെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, അത് വേറൊരു കാര്യം. അതുപോലെ ഏരിയ ഉണ്ടല്ലോ, 550 ഏക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നാലും ഇതാണ് തുടക്കം, അല്ലേ? ഞാൻ ചേട്ടൻ ചോദിച്ചല്ലോ ലോകോത്തര യൂണിവേഴ്സിറ്റിയുടെ എന്തുകൊണ്ട് ബിൽഡിംഗ് ഒന്നും അങ്ങനെ ഷേപ്പല്ല. എനിക്ക് ആശയം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് സ്ഥിരം ഫാദോട് ചോദിക്കുകയാണ്. ഫാദർ പറയുക പൊളിച്ചു പണിതാലോ, അല്ലേ? പൊളിച്ചു പണിയാതെ അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുമ്പോൾ ഇങ്ങനെ നല്ലൊരു എലിവേഷൻ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് സൃഷ്ടിക്കും ഒരു മരം കാരണം.
അപ്പോൾ ഒരു ഷേപ്പില്ലാത്ത ബിൽഡിങ്സ് ആണ് കൂടുതലുള്ളത്. മരത്തെ രക്ഷിക്കാൻ വേണ്ടി വളഞ്ഞൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മളത് ഈ എക്കോ ഫ്രണ്ട്ലിയും അല്ലെങ്കിൽ മറ്റേ എൻവയോൺമെൻറ്റിലേക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ ആ ഒരു അവൻ്റെ യൂസേജിന് വേണ്ടി മാത്രം ഭംഗിക്ക് വേണ്ടിയിട്ടാവരുതെന്നുള്ളൊരു അതൊക്കെ ഫാദർ നേരത്തെ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചാൽ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഇപ്പോഴത്തെ അഡ്മിഷനെ പറ്റി ചോദിക്കട്ടെ. ഇപ്പം ഈ ഒരു അക്കാഡമിക് ഇയറിലെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു? ഇപ്പം ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി സെപ്റ്റംബർ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക്? ഈ പറഞ്ഞ എല്ലാ കോഴ്സിനും മാനേജ്മെന്റ് കുറേ കോഴ്സ് ഫില്ലായിട്ടുണ്ടാവും. ബാക്കി എല്ലാ കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. ഉള്ള സീറ്റ് ഉള്ളതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം നോക്കിയിട്ട് ഞാൻ നമ്പറെ കൊടുക്കാം, അതിൽ വിളിച്ച് ചോദിക്കാം. പിന്നെ കൂടുതൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് ഇവിടെ നിന്നല്ല. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ അഭിരുചി കൂടെ എപ്പോഴും നോക്കണം. അതാണ് ഞാൻ ചോദിക്കാതിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ്? കാരണം സാറേ എല്ലാവരും അങ്ങനെ അത് മാതൃകയാക്കണമെന്നാണ് പറയുന്നത്. കാരണം ആദ്യം വരുമ്പോഴേക്കും ഈ കമ്പ്യൂട്ടർ സയൻസ് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പഠിക്കാൻ പോയത്, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കാൻ പോകും. താങ്കൾക്ക് ഓട്ടോമൊബൈൽ, എനിക്ക് ഓട്ടോമൊബൈൽ സെക്ടർ ഇഷ്ടം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ ആയിട്ട് ഇഷ്ടം. അപ്പോൾ അതല്ലാതെ ഇപ്പം ഇത് പഠിച്ച എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്നിനും നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു അതിനൊരു താല്പര്യം കൊണ്ടുവരിക. അപ്പം അങ്ങനെയുള്ള 2-3 ടെസ്റ്റുകൾ കൂടിയാണ് നമ്മൾ ചെയ്തത്. എൻട്രൻസ് എക്സാം ഉണ്ട്, പലപ്പോഴും ഒരു കൗൺസിലിംഗ് ചോദിക്കും. അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി വെറുതെ ഇരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇവിടുത്തെ കുട്ടികളെല്ലാവരും പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരമാവധി പ്ലേസ്മെൻറ്റ്സ് എല്ലാം അതിനുവേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ അഡ്മിഷൻ്റെ നേരത്തെ പറഞ്ഞ കണക്ക് കോഴ്സിനെ പറ്റി പരിചയപ്പെടുത്തുന്ന കൗൺസിലേഴ്സാണ്. ഇവർ RO6 എന്ന് പറഞ്ഞിട്ടുള്ള ഇവരാണ് ഏവിയേഷനായിട്ട് പറഞ്ഞില്ലേ, ഏവിയേഷൻ്റെ സാധ്യത എന്തൊക്കെയാണ്. ഇപ്പം ഏവിയേഷനെ പറ്റി ഒന്നും ഉണ്ടത്തെ കുട്ടിയാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ല. കുറച്ചെങ്കിലും ഏവിയേഷനെ പറ്റി 10 പോയിന്റ് 6 പറയണം. 5-6 ഫ്ലൈറ്റ് കമ്പനിയുടെ പേരെങ്കിലും പറഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ബിസിയസ്റ്റ് എയർപോർട്ട് ഇന്ത്യയിൽ ഏതാണ്, ഏറ്റവും പുതിയതായിട്ടുള്ള എയർപോർട്ട് ഏതാണ്, അതൊക്കെ പറ്റി ചോദിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു ഇതിലോട്ട് അഡ്മിഷൻ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. ശരി മാഡം, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്ന കന്യാകുമാരി ജില്ലയിലാണ്. ഏറ്റവും അധികം ഷിപ്പുകളും ബോട്ടുകളൊക്കെ ഉള്ള ജില്ല ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതുപോലെ ക്യാമ്പസിന് നടുക്ക് ഒരു ഷിപ്പ് വന്ന് നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പഠിപ്പിക്കുന്നത്? മാരിടൈം അക്കാഡമിയും ഉണ്ട്, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് വേണ്ടിയിട്ടാണ്. അപ്പം മറൈനിന് 5 അഫിലിയേഷൻസ് വേണം, അപ്രൂവൽസ് വേണം. ഒന്ന് ഈ പറഞ്ഞ AICTE അപ്രൂവൽ വേണം, യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് UGC അപ്രൂവൽ ഓൾറെഡി ഉണ്ടാകും. പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൗൺസിലിൻ്റെ വേണം, പിന്നെ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അത് വേണം, പിന്നെ ഇവരുടെ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ 5 അപ്രൂവൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇദ്ദേഹം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എക്സ്പോഷറും ട്രെയിനിങ്ങും അതുപോലെ തന്നെ പലതും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഷിപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഷിപ്പിലെ എല്ലാ മെക്കാനിസവും ഇതിൽ വെച്ച് നമ്മളൊരു ഷിപ്പ് നമ്മളൊരു പഴയൊരു ഷിപ്പ് മേടിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനുള്ള ഷിപ്പ് മേടിച്ചിട്ട് ഡിമോളിഷ് ചെയ്തിട്ട് അതിന് നമ്മൾ ഈ കോൺക്രീറ്റിലൊരു ഷിപ്പ് അതേ ലെവൽ ഇത് കണക്കൊരു ഷിപ്പ് തന്നെയായിരുന്നു, അത് ഇത്രയും വലിപ്പമുള്ള ഷിപ്പ് തന്നെയായിരുന്നു അത്. അതേ രീതിയിൽ കോൺക്രീറ്റിൽ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന് എല്ലാം സെറ്റ് ചെയ്ത് വി ക്യാൻ സ്റ്റാർട്ട് ദ ഷിപ്പ്. സ്റ്റാർട്ടിങ് കണ്ടീഷനാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ടെക്നിക്കൽ നമുക്ക് അതിനകത്ത് കയറാൻ പോകുന്നത് കാണാം. ഇത് നമ്മുടെ ഷിപ്പിൻ്റെ മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത്. ജോൺ ലിയോൺ. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസിൽ ഒരു പകുതി ആൾക്കാരെ ഇപ്പം കാണുള്ളൂ, ബാക്കി ആൾക്കാർ ഇപ്പോൾ 6 മാസവും ഷിപ്പിലായിരിക്കും. അപ്പം ഒരു 40% പെർമനന്റ് ആയിരിക്കും, 60% വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരിക്കും. അവർക്കാണ് ഈ പറഞ്ഞ കൂടുതലും ഈ പറയുന്ന ലൈവ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഈ പറഞ്ഞ 6 മാസം നാട്ടിലുള്ളപ്പോഴേക്കും വന്ന് ക്ലാസ് എടുക്കും. നമുക്ക് ഷിപ്പിനകത്തോട്ട് നമ്മളോട് കയറുമ്പോഴത്തേക്കും ഷിപ്പിൽ സാറിന് കാണുന്ന പോലെയുള്ള ബോർഡുകളും എല്ലാം വെച്ചിട്ട് ഇല്ല ഈവൻ പോർട്ടുകൾസ് ഇതൊക്കെ ഷിപ്പിലുള്ളതാണ് വെച്ച്. പക്ഷേ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. ബാഡി മാത്രം കോൺക്രീറ്റ്, മൊത്തം മെഷീനറി ഉണ്ട്. ഇത് മറ്റേ ഓവർഹെഡ് ക്രെയിനാണ്. ഈ ക്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള പിസ്റ്റനൊക്കെ ഒറ്റയ്ക്ക് ഒന്നും തൂക്കാൻ പറ്റത്തില്ല, 10 പേര് ചേർന്നിട്ടൊന്നും തൂക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്രെയിൻ ഇങ്ങോട്ട് മൂവ് ചെയ്താണ് ആ പിസ്റ്റനൊക്കെ റിമൂവ് ചെയ്ത് ഓവർ ഓയിലിംഗ് പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. അതാണ് അതിൻ്റെ സിലബസ്. 7th സെമസ്റ്റർ ആണെങ്കിൽ ഫുൾ പ്രാക്ടിക്കലാണ്. ഫുൾ സെമസ്റ്റർ ദേ വിൽ ബി സ്പെൻഡിങ് ഇൻ ദ ഷിപ്പ്. അത് ഒരു 84 എക്സ്പെരിമെൻറ്റ്സ് DG ഷിപ്പിംഗ് തന്നിട്ടുണ്ട്. സോ ആ എക്സ്പെരിമെൻറ്റ്സ്
വിൽ ട്രെയിൻ ദം. വേറെ തിയറി പേപ്പറേ ഇല്ല 7th സെമസ്റ്റർ. പിന്നെ ഇതാണ് ഇത് മെയിൻ എഞ്ചിൻ, എഞ്ചിൻ 9 സിലിണ്ടർ എഞ്ചിൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും സ്പേസ് തന്നെ ഉണ്ടോ ഷിപ്പിന്റെ എഞ്ചിൻ റൂം? ഇല്ല, അത് ഇതെക്കാട്ടിലും വലിയ എഞ്ചിനായിരിക്കും. അത് 3 ഫ്ലോറിന് കാണാം ഹൈറ്റൊക്കെ, വലിയ ഷിപ്പ്. ഇതൊരു ചെറിയ ഷിപ്പിന്റെ ഇത് ഞങ്ങൾക്ക് പിള്ളേർക്ക് പഠിച്ചു കൊടുക്കാൻ ഇത് മതി. ഈ എഞ്ചിൻ തന്നെ സെയിം എഞ്ചിൻ, ബട്ട് സൈസ് മാത്രം ഇത് ചെറിയത്, അത് ആണെങ്കിൽ വലുതായിരിക്കും. 9 സിലിണ്ടർ. ഇത് റസ്റ്റൺ ഇംഗ്ലണ്ട് എഞ്ചിനാണ്. ഇതൊന്ന് വർക്കിംഗ് ആണ്, ഇറ്റ്സ് വർക്കിംഗ് ആണ്. നമുക്ക് DGS ഇൻസ്പെക്ഷൻ വരുമ്പോഴത്തേക്ക് ഇത് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് സ്റ്റുഡൻസ് ഓൺ ചെയ്യണം. നമ്മൾ സ്റ്റാഫ് ചെയ്യുന്നതല്ല, സ്റ്റുഡൻസ് സെപ്പറേറ്റ് ആയി നിന്ന് ഒരു 3 പേരെ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫൈസല, നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിരുന്നു. ഈ ഫയർ ആൻഡ് സേഫ്റ്റി പോലും ഇവിടെയും ആപ്ലിക്കബിൾ ആണ് അല്ലേ? സേഫ്റ്റി എഞ്ചിനീയേഴ്സ് എല്ലായിടത്തും. അത് എത്ര വർഷത്തെ കോഴ്സാണ്? ബിടെക്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സാധ്യതയുള്ളൊരു കോഴ്സാണ്. സേഫ്റ്റി എഞ്ചിനീയർ ഏതൊരു സ്ട്രക്ചർ ആയിരുന്നാലും, ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും, ഏതൊരു ഓഫീസ് ആയിരുന്നാലും. പിന്നെ ഗൾഫിലാണ് ഏറ്റവും രാജ്യങ്ങളെല്ലാം തന്നെ സേഫ്റ്റി എഞ്ചിനീയറിന് ഒരു ഇമ്പോർട്ടൻസ്. തന്നെയല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി കുറേ മലയാളികളൊക്കെ മരിച്ച സാഹചര്യത്തിൽ കുവൈറ്റിൽ ഇനി കൂടുതൽ സ്ട്രിക്റ്റ് ആകും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ GCC കൺട്രീസ്. ഇപ്പം കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഒരു ഫയർ ടെക്നീഷ്യൻ ഉണ്ടാവണമെന്നുണ്ട്. അപ്പം ഒരു ഇത്രയധികം ബെഡുള്ള ഹോസ്പിറ്റലിന് മേളിലോ ഇത്രയധികം കപ്പാസിറ്റി ഉള്ള സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയർ ഉണ്ടായിരിക്കും. അതൊരു വലിയ സാധ്യതയാണ്. അത് നിങ്ങളൊന്ന് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് മറ്റൊരു കക്ഷിയെ കൂടി കണ്ടിട്ട് പോകാം. ഇത് ലീനിയർ ജെറ്റ് 25 ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈവറ്റ് ജെറ്റുകളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തിട്ടുള്ള ലിയർ ജെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണോ? ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതെ. ഓ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പം ഇത് പഠിപ്പിക്കുമ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നവരെയാണ് ഇത് പഠിപ്പിക്കുക. ഇതിന് അതിനുവേണ്ടിയാണ് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ ബിടെക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇത് പറപ്പിക്കുന്നത് പൈലറ്റിൻ്റെ ജോലിയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഓരോ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കേണ്ടത് എയറോനോട്ടിക്കലിൻ്റെയും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൻ്റെയും ചുമതലയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഷിപ്പ് കണ്ടു. മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മറൈൻ എഞ്ചിനീയർ പറഞ്ഞാൽ ഷിപ്പിൻ്റെ ഫുൾ എഞ്ചിനീയറിംഗ് സൈഡും ഫുള്ളും ടെക്നിക്കൽ സൈഡാണ്. ഷിപ്പ് ഓട്ടിക്കുന്നത് നോട്ടിക്കൽ സയൻസ് ആണ്. BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞാലാണ് ഷിപ്പിലെ ക്യാപ്റ്റനായി വരുന്നത്. അതെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പറപ്പിച്ച് കാണിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ പഠിക്കുന്നവരുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ഇപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI വരെയാണ്. ഇപ്പോൾ എല്ലാത്തിനും സിമുലേഷൻ ലാബുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ട്വിൻ എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു ടെക്നോളജിയാണ് ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഈ ഫ്ലൈറ്റിൻ്റെ ഹോഴ്സ് പവറും ഇതിൻ്റെ എല്ലാ പെർഫോമൻസും വെച്ചിട്ട് താങ്കളൊരു പൈലറ്റാണെന്ന് വിചാരിക്കുക. താങ്കളുടെ കഴിഞ്ഞ 27 വർഷത്തെ സർവീസും റെക്കോർഡ് ചെയ്യും. എപ്പോഴെങ്കിലും താങ്കൾക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, താങ്കൾ ഏതൊക്കെ ടെറൈനിൽ ഓടിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഇവിടെ ഓടിച്ചിട്ടുണ്ട്, ഇതെല്ലാം വെച്ച് കൊണ്ടിട്ട് ഡിജിറ്റൽ ട്വിൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ ഫ്ലൈറ്റ് ഈസ് ക്യാപ്പബിൾ ഓർ നോട്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കമ്പ്യൂട്ടർ പറയും. അങ്ങനെയുള്ള ഒരു പൈലറ്റിന് മാത്രമേ ഷിപ്പ് ഈ ഫ്ലൈറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ ട്വിൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ AI പറഞ്ഞതുപോലെ അടുത്ത് ഡിജിറ്റൽ എല്ലാത്തിൻ്റെയും ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ നോക്കി സക്സസ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഫിസിക്കലോട്ട് പോകത്തുള്ളൂ. ഡിജിറ്റൽ ട്വിൻസ്. ഇത് ദശാവതാരം എന്നൊക്കെ പറഞ്ഞ് കമലഹാസൻ്റെ സിനിമയൊക്കെ പണ്ടേ വന്നു അല്ലേ? 10 അവതാരങ്ങൾ മനുഷ്യൻ വരുന്നെന്ന് പറഞ്ഞ പോലെയായി ഈ കാര്യങ്ങളൊക്കെ. എന്നാലും ഇത് വളരെ ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അല്ലേ, അത്ര വലിയ വഴക്കം തോന്നുന്നില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരും. ആണല്ലേ? ഇത് ചോദിച്ചൊന്ന് പറഞ്ഞാൽ മതി. ഇത് ലാസ്റ്റ് ഫ്ലൈ ഇത് എപ്പോഴായിരുന്നത്? എത്ര വർഷം ഫ്ലൈറ്റ് ഉണ്ട് ഇത്? ഇപ്പോൾ 8 years. 8 വർഷം മുന്നേ പറഞ്ഞ ഷിപ്പ്. 8 വർഷം മുമ്പ് പറഞ്ഞ ഫ്ലൈറ്റാണ്. ഇപ്പോൾ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് അല്ലേ? എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. 2 ജെറ്റ് എഞ്ചിൻ, 2 വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാഴ്ചകളും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് വന്ന് ഇതെല്ലാം ഒന്ന് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എന്താ പറയുക ടെക്നോളജി എന്ന് പറയുന്നത് എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. അപ്പോൾ 2017 ഇവിടുന്ന്, അതായത് നീഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ
ബഹിരാകാശത്തോടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സഹോദരനാണ് അല്ലേ സാർ? ആ കൂടെ ഉണ്ടാക്കിയതാണ്. കൂടെ ഉണ്ടാക്കിയത്. നോർമലി സാറ്റലൈറ്റ് ഡെവലപ്മെൻറ്റ് പോകുമ്പോൾ ഓരോ പ്രോസസ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഓരോ കോമ്പണൻറ്റും ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ദെൻ ഓവറോൾ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്ത് അങ്ങനെ അത്രയും പ്രാവശ്യം നമ്മൾ ആ കോമ്പണൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് എഞ്ചിനീയറിംഗ് മോഡൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഫൈനൽ അപ്രൂവൽ ആയതിനു ശേഷം അതുപോലെ ഒന്ന് റിപ്ലിക്കേറ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് അവിടെ സാറ്റലൈറ്റിന്. അപ്പോൾ എഞ്ചിനീയറിംഗ് മോഡൽ നമുക്ക് റിസർച്ചിനോ ഫർദർ അനാലിസിസിനോ എന്തെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ കമ്പണൻസ് ഇത് ആൾറെഡി നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പം ഇതിൻ്റെ ഈ സ്പ്രിംഗ് അറേഞ്ച്മെന്റ് അതപ്പം ഇതൊക്കെ നമുക്ക് ഇവിടെ ലാബിൽ നമ്മൾ മെക്കാനിക്കൽ ലാബിൽ മാനുഫാക്ചർ ചെയ്ത് ഈ ഹിഞ്ചസ് ഒക്കെ വെച്ചിട്ട് അപ്പം ഇതിൽ വേറെ 2-3 മോഡൽ നമ്മൾ ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആണ് അതിനെ വെച്ചത്. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ സാറ്റലൈറ്റ് തൊടുക കേട്ടോ. അപ്പം പിന്നെ ഇത് ഈ ഡിപ്ലോയ്മെന്റ് മെക്കാനിസം പോലെ നമ്മളാണ് ഡിസൈഡ് ചെയ്തത്. ഇതിലൊരു നൈലോൺ ബേസ്ഡ് ത്രെഡ് റൺ ചെയ്തിട്ട് 2 റെസിസ്റ്റേഴ്സ് കൊടുത്ത് ടൈമർ സെറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പം ആ ത്രെഡ് അങ്ങനെയാണ് ഡിപ്ലോയ്മെന്റ് മെക്കാനിസം. അത് നമ്മളാണ് ചെയ്തത്. സിമ്പിളായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ്. അതുപോലെ ഈ ആൻറ്റണ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് പോകും. പിന്നെ അവിടെ ചെന്നിട്ട് എജക്റ്റ് ആയതിനു ശേഷം ഇതും അതുപോലെ ഒരു നൈലോൺ ത്രെഡാണ്. 2 സെറ്റ് ഓഫ് നൈലോൺ ത്രെഡും റെസിസ്റ്റേഴ്സ് കൊടുത്ത് ഹീറ്റ് ചെയ്ത് ആ ഹീറ്റ് ആകുമ്പോൾ കട്ടാവും. അങ്ങനെ ഡിപ്ലോയ് അങ്ങനെയാണ് ഡിപ്ലോയ്മെന്റ് മെക്കാനിസം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബഹിരാകാശത്തുള്ള ന്യൂസാറ്റ് അല്ലേ? ഇസ്ലാം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സാറ്റലൈറ്റ്. അപ്പോൾ അതിൻ്റെ ആ സാറ്റലൈറ്റിൻ്റെ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റകൾ നമുക്ക് കിട്ടുന്നുണ്ടോ അതോ നേരെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്? ബിക്കോസ് നമ്മൾ ഒരു സാറ്റലൈറ്റിൻ്റെ ലൈഫ് ടൈം വന്ന് 2 years ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം. ബട്ട് ഈവൻ ആഫ്റ്റർ this many years we are getting the health parameters. അതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സാറ്റലൈറ്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇത്തിരി 2-3 സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റും ഫെയിൽഡ് ആയി. അപ്പോൾ നമ്മൾ അതൊക്കെ സ്റ്റഡി ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സെൻസറിൻ്റെ ഫംഗ്ഷനാലിറ്റി ഏതെങ്കിലും ഒന്ന് ഫംഗ്ഷൻ ചെയ്യാൻ പോയാൽ ആ സാറ്റലൈറ്റ് പിന്നെ നമുക്ക് കമൻഡ് ചെയ്യാനോ സിഗ്നൽ റിസീവ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ സാറ്റലൈറ്റ് എന്തായാലും ഫെയിൽ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് റിഡൻഡൻറ്റ് ഒരു ആർക്കിടെക്ചർ ഡിസൈഡ് ചെയ്തു. 2 ഓൺബോർഡ് കമ്പ്യൂട്ടർ, 2 സെറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, 2 സെറ്റ്സ് ഓഫ് പവർ യൂണിറ്റ് എല്ലാം 2 സെറ്റും ഒരു ഓട്ടോ സ്വിച്ചിങ് ലോജിക് സർക്യൂട്ടും. അത് ഒരു വാച്ച് ഡോഗ് മെക്കാനിസം പോലെ. ഇറ്റ് വിൽ വാച്ച് ഫോർ എക്സാമ്പിൾ ഓൺബോർഡ് കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കമാൻഡ് വന്നിട്ടിരിക്കും. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സെക്കൻഡ്സ് അവിടെ നിന്ന് സിഗ്നൽസ് വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് കമ്പ്യൂട്ടർ സ്വിച്ച് ആണ്. ഒരു ഓട്ടോ സ്വിച്ചിങ് ലോജിക് മെക്കാനിസം, ഒരു വാച്ച് ഡോഗ് മെക്കാനിസം, അങ്ങനെ ഒരു ലോജിക്ക് എംബഡ് ചെയ്താണ് നമ്മൾ വിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോമ്പണന്റ് ഫെയിൽ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിഡൻഡന്റ് മോഡ്യൂൾ ഫംഗ്ഷൻ ആവും. അതുകൊണ്ട് അങ്ങനെ ഫെയിൽ ആവില്ല. അങ്ങനെ അത് ശരി. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഡോക്ടർ അറവുമുതൻ എന്ന് പറഞ്ഞ അദ്ദേഹം ISROയിൽ ഉണ്ടായിരുന്ന വളരെ തലപ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ ഓരോ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നു. ബിക്കോസ് ഇതൊരു റിസർച്ച് പ്രോഡക്റ്റ് ഇല്ല. ഓരോ കോമ്പണന്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻഡിവിജ്വൽ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പിന്നെ ഇതിൽ പ്രത്യേകം വെച്ചാൽ സർട്ടൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നമുക്ക് ISRO ലാബിൽ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഫ്ലൈറ്റ് ക്വാളിഫൈഡ് ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സാറ്റലൈറ്റ് എല്ലാം ചെയ്തിട്ട് അവരുടെ പെർമിഷൻ വാങ്ങിച്ച് ആ ലാബിൻ്റെ അകത്ത് നമുക്ക് ചെന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ആ എല്ലാ ടെസ്റ്റ് പാരാമീറ്റേഴ്സിൻ്റെ റിസൾട്ടും കറക്റ്റായിട്ടിരുന്നാലേ നമുക്ക് അവർ അലോ ചെയ്യണം നമുക്ക് ലോഞ്ചിന് വേണ്ടി. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബൈക്കും കാറും ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടാക്കിയ കോളേജുകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും സാറ്റലൈറ്റ് ഉണ്ടാക്കിയത് ആദ്യം കാണുന്നത് മാത്രമല്ല, ഞാൻ അടുത്ത കാലത്ത് അടുപ്പിച്ച് 2-3 ISRO മേധാവികളുടെ ആത്മകഥയൊക്കെ വായിച്ചപ്പോൾ ഞാൻ പേടിച്ചിരിക്കും ഇതൊക്കെ എങ്ങനെ ഇവരുണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഇവിടെ ഇത്രയും മിടുക്കരായ സ്റ്റുഡൻസും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ചെടുത്തത് മാത്രമല്ല ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോളേജിൻ്റെ പേര് മേളിലുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതെ ബഹിരാകാശം ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും ഗംഭീരമായി സാർ. ഇപ്പോൾ വൈകിയാണെങ്കിലും എൻ്റെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് മിഷൻ കൺട്രോൾ ക്യാബിനാണ്. അതായത് നമ്മൾ ഇതെനിക്ക് തോന്നുന്നത് ഇന്ത്യ 2 സ്ഥലത്തെ കാണാൻ പറ്റും. ഒന്ന് ISROയിലും പിന്നെ IIT ബോംബെയിലും. അതായത് സാറ്റലൈറ്റിൻ്റെ കൺട്രോൾ സ്റ്റേഷനാണ് ബേസിക്കലി അല്ലേ?
സാറ്റലൈറ്റിൻ്റെ റിസീവിംഗ് ഡേറ്റ ഈ സെർവറിലാണ് വരുന്നത്. ആ സെർവറിൽ വന്നിട്ട് അതിൻ്റെ ഓരോ ഹെൽത്ത് പാരാമീറ്റേഴ്സ് നമുക്ക് ഓരോ ടെർമിനലായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ വ്യൂ ചെയ്യാം. സാറ്റലൈറ്റിൻ്റെ തെർമൽ സ്റ്റാറ്റസ് എല്ലാം ഇവിടെ ചെയ്യാം. ഇത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓർബിറ്റ് കൺട്രോൾ സിസ്റ്റം. സാറ്റലൈറ്റ് ഓറിയൻറ്റ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് ഗ്രൗണ്ട് പോയിന്റിംഗ് മോഡിൽ വേണോ സൺ പോയിന്റിംഗ് മോഡിൽ പോകണോ അങ്ങനെ ഓറിയൻറ്റ് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ നിന്ന് കമന്റ് ചെയ്യാം. അതുപോലെ ഇപ്പം ഇത് ലൈവായിട്ട് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്തുള്ള സാറ്റലൈറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യാം. ഇപ്പം ലൈവായിട്ട് ഏതൊക്കെ സാറ്റലൈറ്റ് ആണ് നമ്മളെ റീജിയനിലുള്ളത് മൂവിങ് ആണ്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത വിസിനിറ്റിയിലുള്ള സാറ്റലൈറ്റ്. അപ്പം ബാക്കിയുള്ള സാറ്റലൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പം ഈ ഡേറ്റ വെച്ചിട്ട് വി കൺ ഡു ലോട്ട് ഓഫ് റിസർച്ച്. സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കാം, ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഫെസിലിറ്റി ആണോ സ്റ്റുഡൻസിന് കാണാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര വിലയുള്ള സംഭവങ്ങളല്ലേ അല്ലേ, വേറെ കാര്യങ്ങളല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ സാറ്റലൈറ്റ് എവിടെയാണ് നിൽക്കുന്നത്, എത്ര ദൂരെയാണ് ഈ ഭൂമിയിൽ നിന്ന്? ഏകദേശം 600 കിലോമീറ്റേഴ്സ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പം താഴെ നമ്മളൊരു സാറ്റലൈറ്റ് കണ്ടല്ലോ, ആ സാറ്റലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ അതിലും ആൻറ്റന ഉണ്ടല്ലോ, അതും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിഗ്നൽസിനെയും നമ്മൾ ഡിഷിൽ റിസീവ് ചെയ്യാം. അതിനെയും റിസീവ് ചെയ്ത് അതിൻ്റെ ഡേറ്റാസും വി ക്യാൻ ഡു ഫോർ അനാലിസിസ്. അങ്ങനെ ഡേറ്റ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യാം. അങ്ങനെയുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അറിഞ്ഞ വെച്ചാൽ ISRO പോലും ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ചില സാറ്റലൈറ്റിൻ്റെ ട്രാക്കിംഗ് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റാ വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് ചെയ്യാം. കാരണം ഇവിടെ ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ടെന്ന് മൾട്ടിപ്പിൾ പ്ലേസിൽ ട്രാക്ക് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഇവിടെ വന്നിരുന്ന് ട്രാക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ പോലുള്ളൊരു ഗ്രൗണ്ട് സ്റ്റേഷൻ പോലും ഈ ഒരു മലയുടെ താഴെ ഉണ്ടെന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേഷൻ തൊട്ട് മാവിൻ തോട്ടം വരെയുള്ള ഒരു വമ്പൻ ക്യാമ്പസാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. 550 ഏക്കറിൽ എനിക്ക് തോന്നുന്നു ഒരു 50 ഏക്കർ പോലും ഇല്ല ബിൽഡിങ്സ് അല്ലേ. ബാക്കി മുഴുവൻ ഓപ്പൺ സ്പേസ്, അതുപോലെ തന്നെ മരങ്ങൾ, മലനിരകൾ, വെള്ളച്ചാട്ടം, അങ്ങനെ ഒരു സംഭവമാണ് ഈ ക്യാമ്പസ് എന്നുള്ളൊരു സംശയമില്ല. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, സ്പോർട്സിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചില്ല. എന്താണ് സ്പോർട്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പോസ്റ്റ് കോവിഡിന് ശേഷമാണ് ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങിയത്. അപ്പം ഇവിടെ സ്പോർട്സിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചലഞ്ചായിട്ട് നമുക്ക് ഏതുവരെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ 65ഓളം മെഡലുകൾ ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. 65 മെഡൽ സാധിച്ചു. അപ്പോൾ അതിനകത്ത് എല്ലാ വിഭാഗം സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടും ഇപ്പോൾ ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അപ്പം പലതും ഉണ്ട്, ബാഡ്മിൻ്റൺ ആയിരുന്നാലും എവറിത്തിങ്, അത്ലറ്റിക് ആയിരുന്നാലും എല്ലാത്തും നല്ല വിദ്യാർത്ഥികളാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. അതെ, അപ്പോൾ അതായത് ഏത് മേഖലയിൽ കൈ തൊട്ടാലും അതിൽ മുൻനിരയിൽ എത്തുക എന്നുള്ളതാണ്. എത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ കഴിവുകളെ പരമാവധി നമ്മൾ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. പലർക്ക് പല ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഷൈ ആയിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ, നമുക്ക് ആശയം നമുക്ക് ക്ലാസ്സിൽ കാണും, പക്ഷേ ഈ കൈയടിച്ച് ഇംഗ്ലീഷ് പറയുന്ന കണക്ക് ആ ചങ്കൂറ്റം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അവൻ പറയുന്ന മണ്ടത്തരാണെങ്കിൽ പോലും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന അവസ്ഥ വരും. പക്ഷെ അങ്ങനെ ആവരുത്. ക്ലാസ്സിൽ എല്ലാവരും ഒരേ കണക്ക്, അവൻ്റെ ഒരു ബാരിയറും വരരുത്. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും അവൻ്റെ തന്നിടത്തിലായിരുന്നാലും അവന് പറയാൻ പറ്റണം, അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്കിംഗ് ത്രൂ ഔട്ട് ബാരിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു വിഷണറിയുടെ ഒരു വിഷനായിരുന്നു ഈ ഒരു സ്ഥാപനം. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വിഷൻ മകനിലേക്കും പകർന്നിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഞാനീ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വീഡിയോ ഒന്നും കണ്ടൊന്നും വിശ്വസിക്കേണ്ട, നിങ്ങൾ ഇവിടെ വരിക, കാണുക. കണ്ടു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞത് 1% ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി അത്രയും ഗംഭീരമായ ക്യാമ്പസും അതുപോലെയുള്ള കോഴ്സുകളും ഏറ്റവും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം ഇവിടെ സിലബസിൽ കടന്നുകൂടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വരിക, കാണുക, എന്നിട്ട് തീരുമാനിക്കുക. പിന്നെ കേരളത്തിൽ നിന്നും വളരെ ദൂരെയാണെന്ന് വിചാരിക്കേണ്ട. തിരുവനന്തപുരത്ത് എനിക്ക് ആപ്പാടെ രാവിലെ 1.5 മണിക്കൂർ എടുത്തുള്ളൂ ഇവിടെ വരാൻ വേണ്ടി. ഗംഭീരമായ ഹൈവേ ആണ് അല്ലേ, പഴയ ഗംഭീര ഹൈവേ ആണ്. വരുന്ന വഴി കന്യാകുമാരി പോയി വിവേകാനന്ദനെ കണ്ടുപോവുകയും ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും കൂടുതൽ കോഴ്സുകളെ പറ്റി അറിയാനും മറ്റു കാര്യങ്ങൾക്കെല്ലാമായിട്ട് നമ്പറുകളും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. വിളിച്ചു നോക്കുക, കണ്ടു നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും 22 വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുപിട്ടി സന്തോഷത്തോടെ പിരിയുകയാണ് എന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ഇനി ഒരു ഓഫ് റോഡ് യാത്ര പോവുകയാണ്. അത് നമുക്ക് ഇത് മതി, അത് വേണ്ട. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴേക്കും ഇതിലിട്ട് ഈ മലയുടെ മുകളിലൊക്കെ കയറിയതാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഇതിന് തൊട്ട് ഏജ് എന്തായാലും താഴോട്ടാക്കി. എനിക്ക് പിന്നെ പണ്ട് ഏജില്ലാത്തതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്കിനി യൂണിവേഴ്സിറ്റി കാണാൻ സാധിക്കും. അതുപോലെ അവിടുത്തെ വെള്ളച്ചാട്ടം അല്ലേ, മലനിരകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. നമുക്ക് യാത്ര തുടങ്ങാം. യെസ്.